ഓക്കെ. ഇപ്പം വെൽക്കം ബാക്ക് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓ, സാധാരണ പറയാറുള്ളത് പോലെ പറ്റാവുന്ന ആളുകള്, ബുദ്ധിമുട്ടില്ലാത്ത ആളുകള് വീഡിയോയിൽ വരിക, നമുക്ക് കണ്ടുകൊണ്ട് സംസാരിക്കാം. നമ്മള് ഒരു ആഴ്ചത്തെ ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത്, കഴിഞ്ഞ മോഡ്യൂളിൽ പറഞ്ഞു വെച്ചത് മൂഡ് ഡിസൈനിങ് ആണ്. അതിൻ്റെ കുറച്ച് ബാക്കി കാര്യങ്ങളും അതിൻ്റെ CBT ബേസ്ഡ് ടെക്നിക്കുമാണ് നമ്മൾ ആദ്യം പറയുക. എന്നിട്ടായിരിക്കും ഇന്നത്തെ നമ്മുടെ ന്യൂറോ സയൻസ് എന്ന് പറയുന്ന അടുത്ത മോഡ്യൂളിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ മൂഡ് ഡിസൈനിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ മൂഡ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും, നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായി. അതെങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ള ടെക്നിക്ക് നമുക്ക് രണ്ട് തരത്തിലുള്ള ടെക്നിക്കുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഒന്ന് CBT ബേസ്ഡ്, അത് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പറയും. പിന്നെ നമ്മുടെ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ടെക്നിക്ക് കൂടി നോട്ടായിട്ട്, അത് CBT പറഞ്ഞാൽ പിന്നെ മറ്റത് വായിച്ചാൽ സെൽഫ് എക്സ്പ്ലനേറ്ററി ആയതുകൊണ്ട് നമ്മൾ അതിവിടെ പറയുന്നില്ല. രണ്ട് ടെക്നിക്കുകൾ, ഒന്ന് മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് എങ്ങനെ മൂഡ് ഡിസൈൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് പിന്നെ CBT ബേസ് ചെയ്തുകൊണ്ട്. ഗുഡ് ഈവനിങ് നായർ സാബ്. അപ്പോൾ നമ്മൾ CBT ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് മൂഡ് ഡിസൈൻ്റെ സ്റ്റെപ്പുകളാണ് നമ്മൾ ആദ്യം പറയുക. മറ്റത് ഞാൻ നോട്ടായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അത് വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. കാരണം അത് സിമ്പിൾ ആൻഡ് ഈസിയാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ. അപ്പോൾ ഒന്നിൻ്റെ കുറേ ആവർത്തനം വരുന്നത് കൊണ്ട് ആവർത്തിച്ച് ബുദ്ധിമുട്ടാക്കണ്ട എന്നുള്ള നിലക്കാണ് മൈൻഡ്ഫുൾനെസ് ടെക്നിക്ക് നമ്മൾ വീണ്ടും ഇവിടെ പറയാത്തത്. അപ്പോൾ രണ്ട് ടെക്നിക്കും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, നോട്ടായിട്ട് സ്റ്റെപ്പുകൾ ഷെയർ ചെയ്യാം. ഇന്ന് നമ്മൾ പറയേണ്ടത് ന്യൂറോ സയൻസ് ആൻഡ് ഇന്റഗ്രൽ ഓപ്റ്റിമിസം ആണ്. അതിന്റെ മുമ്പ് നമുക്ക് മൂഡ് ഡിസൈനിങ്ങിന്റെ പാർട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനു മുമ്പ് എന്തെങ്കിലും രണ്ടാഴ്ചത്തെ വിശേഷങ്ങൾ, നിങ്ങൾ പിന്നെ ഇന്റഗ്രൽ ഓപ്റ്റിമിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്ത കാര്യങ്ങൾ, നമ്മൾ കുറേ ടെക്നിക്കുകൾ, കുറേ കാര്യങ്ങൾ പരിശീലിച്ചു പോയിട്ടുണ്ട്. ഓരോ മോഡ്യൂളിൻ്റെ കൂടെയും നമ്മൾ ഓരോരോ ടെക്നിക്കുകളായിക്കൊണ്ട് തന്നെ നമ്മൾ പരിശീലിച്ചു പോയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, അതല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും തരത്തിൽ ഇന്റഗ്രൽ ഓപ്റ്റിമിസവുമായി ബന്ധപ്പെട്ടിട്ട് വല്ല വായനയോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഷെയറിങ്, അതിനൊക്കെ നമുക്കൊരല്പസമയം നമുക്ക് മാറ്റിവെക്കാം. അത് വെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഹാപ്പി ന്യൂ ഇയർ മോമൻജി. ഹാപ്പി ന്യൂ ഇയർ. മോമൻജി, എനിക്കൊരു ഡൗട്ടാണ് ചോദിക്കാനുള്ളത്. നമ്മൾ എപ്പോഴും പറയുന്നില്ലേ, നമ്മൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ല ആ രീതിയിൽ വളരെ ക്ലിയർ ആയിട്ടും ക്ലാരിറ്റിയോടും കൂടി നമ്മൾക്ക് വിഷ്വലൈസേഷൻ ഏതൊരു കാര്യം അച്ചീവ് ചെയ്യാനും അത് ചെയ്താൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും എന്ന്. അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ യെസ്. വിഷ്വലൈസേഷൻ, നമ്മൾ ഗോൾ സെറ്റിംഗ് ആയാലും എല്ലാം പറയുമ്പോഴും നമ്മൾ അത് കൊടുത്തിട്ടാണല്ലോ നമ്മൾ ചെയ്യിക്കുന്നത്. ഈ അടുത്ത ദിവസം ഞാൻ ഒരു ക്ലാസ് കേട്ടു. അവർ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പൊ അവരുടെ ക്ലാസ്സിൽ അവർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ വിഷ്വലൈസേഷൻ ചെയ്തത് കൊണ്ട് മാത്രം അങ്ങനെ നടക്കില്ല. അപ്പൊ അവര് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെയല്ല അത് വേണ്ടത്. വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് പുതിയ ന്യൂറൽ പാത്വേസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് അതിനോട് ഒരു എന്താണ് അത് 100% അത് നമ്മളിൽ സ്ട്രെസ് ഉണ്ടാക്കും. കാരണം അൺവാണ്ടഡ് ആയിട്ട് നമുക്ക് അത് എനിക്കത് അച്ചീവ് ചെയ്തേ പറ്റൂ, അച്ചീവ് ചെയ്തേ പറ്റൂ, അച്ചീവ് ചെയ്തേ പറ്റൂ എന്ന രീതിയിൽ നമ്മൾക്ക് തോട്ട്സ് വന്നിട്ട് അത് നമ്മൾക്ക് ആം, സാധാരണയിലും കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുക ചെയ്യുക. സ്ട്രെസ് എന്ന് പറയുന്നത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ പോലും കിട്ടാതെ ആവുമെന്ന് അവർ പറഞ്ഞു. അപ്പൊ ഞാൻ സത്യത്തിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി. അപ്പൊ എനിക്ക് നമ്മൾ ഇന്ന് വരെ പഠിച്ചു വെച്ചതും മനസ്സിലാക്കി വെച്ചതിൻ്റെയും വളരെ വിപരീതമായിട്ട് ഒരു കാര്യം. പിന്നെ
ഇന്ന് വരെ ഞാൻ വിഷ്വലൈസേഷൻ കൊടുത്ത എല്ലാവർക്കും അത് സക്സസ്ഫുൾ ആയിരുന്നു, യൂസ്ഫുൾ ആയിരുന്നു. ഒരിക്കൽ പോലും അതിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കൂടിയും ഇനിയിപ്പോ പുതിയ വല്ല സയന്റിഫിക് ചേഞ്ചസ് വന്നിട്ടുണ്ടോ മോമജിക്ക്, അങ്ങനെ എന്തെങ്കിലും അറിയാവോ? അല്ല നമ്മളുടെ ഇഗ്നറൻസ് ആണോ എന്താന്ന് എനിക്കറിയില്ല. അപ്പൊ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാന്ന് വിചാരിച്ചതാണ്. ഓക്കെ. അപ്പോ വിഷ്വലൈസേഷനെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു രീതി ഇങ്ങനെയാണ്. ഒന്ന്, എന്താണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിരിക്കണം എന്നുള്ളതാണ് നമ്പർ വൺ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോള് നമ്മൾ കൃത്യമായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അതെങ്ങനെ നേടുമെന്നുള്ള റൂട്ട് നമുക്ക് അറിയണം എന്നുള്ളതാണ്. അതിനുള്ള ഒരു പ്രോസസ്സും നമുക്കറിയണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എവിടെയാണ് സ്ട്രെസ് വരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം എനിക്ക് എവിടേക്കാണ് പോവേണ്ടത് എന്നറിയാം, അതിൻ്റെ വഴിയും അറിയാം. പിന്നെ ഞാൻ ഇറങ്ങി പുറപ്പെടുക എന്നുള്ള ഒരു കാര്യം ചെയ്യുന്നതിന് നമ്മുടെ തലച്ചോറ് നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ന്യൂറോ പാത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് എളുപ്പത്തിൽ. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന തന്ത്രം ഇതാണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രെയിന് നമ്മൾ ഇമേജിൻ ചെയ്യുന്നതും അതേപോലെ തന്നെ നമുക്ക് പിന്നെ എന്താ പറയാ, യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റൂല. ഇതിനെപ്പോഴും ഞാൻ പറയുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ ഒരു സെക്ഷുവൽ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇമേജിൻ ചെയ്താൽ, ഇപ്പൊ നമ്മൾ ഒരു സെക്ഷൽ ഇന്റർകോഴ്സോ അല്ലെങ്കിൽ ഒരു പുരുഷനാണെങ്കിൽ സ്ത്രീയെ പറ്റിയോ സ്ത്രീ പുരുഷനെ പറ്റിയോ കുറച്ച് സമയം നമ്മൾ വിഷ്വലൈസ് ചെയ്താൽ, യഥാർത്ഥത്തിൽ നമുക്ക് സെക്ഷൽ എറൗസൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നുണ്ടല്ലോ. പുരുഷനാണെങ്കിൽ ഇറക്ഷൻ ഉണ്ടാവും, സ്ത്രീ ആണെങ്കിലും അവരുടേതായ രീതിയിലുള്ള സെക്ഷൽ അറൗസൽ അവരിൽ ഉണ്ടാവും. ഇതൊരു പെണ്ണടുത്ത് വേണമെന്നോ ഒരാണടുത്ത് വേണമെന്നോ അല്ലെങ്കിൽ നമുക്കൊരു സെക്ഷൽ ആക്ടിവിറ്റിയിൽ നമ്മൾ ഏർപ്പെടണമെന്നോ യാതൊരു നിർബന്ധവും. ദാറ്റ് മീൻസ് നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് ബ്രെയിൻ എടുക്കുന്നത് ഇറ്റ് ഈസ് ഹാപ്പനിങ് ആസ് ഇറ്റ് ഈസ് നൗ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ബ്രെയിൻ എടുക്കുന്നത്. അത് സ്ട്രെസ് ഉണ്ടാക്കും. എങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയാണ് എനിക്ക് കോടിപതിയാവണം, ഇതിന് ഞാൻ ഒന്നും ചെയ്യാതിരിക്കുകയും അതേപോലെ തന്നെ ഞാൻ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കഴിയുന്ന സമയത്ത് സ്ട്രെസ് എനിക്ക് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഞങ്ങളെ നാട്ടിൻ്റെ അടുത്ത് പ്രദേശം ഞാൻ പറയുന്നില്ല, ഒരു 15 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ കേരളത്തിലെ ഒരു പ്രശസ്തനായ പിന്നെ മോട്ടിവേഷൻ മൈൻഡ് ട്യൂൺ ട്രെയിനറുടെ ക്ലാസ്സിൽ പങ്കെടുത്തു. അദ്ദേഹം ഒരു ഫർണിച്ചർ വ്യാപാരിയാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ആളുകൾ കാണുന്നോടത്ത് എഴുതി വെക്കണം ഇത്ര കാലത്തിന്റെ അളവിൽ നിങ്ങൾ എത്ര പൈസ ഉണ്ടാക്കും എന്നുള്ളത്. ഈ മോട്ടിവേഷൻ കേട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ഫർണിച്ചർ കടയുടെ മുമ്പിൽ തന്നെ ഇത് എഴുതി വെച്ചു. നല്ല ശുദ്ധമായ മലയാളത്തില് വളരെ വൃത്തിയായിട്ട് എഴുതി വെച്ചു. ഇദ്ദേഹത്തിന്റെ വീട്ടിലെ ബാത്റൂമിന്റെ അടുത്ത് എഴുതി വെച്ചു. സ്വീകരണ മുറിയിൽ എവറിയിൽ എഴുതി വെച്ചു. ഇപ്പൊ ട്രെയിനർ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇത് ആളുകൾ നിങ്ങൾ എന്നും ഇത് പോയി നോക്കണം, നിങ്ങളുടെ ബ്രെയിനിൽ ഇത് ഉണ്ടാവും. പക്ഷേ ഈ സംഗതി ഇയാൾ എടുക്കുകയും ഇതിനു വേണ്ടി എന്ത് ചെയ്യണമെന്ന് ഇയാൾക്ക് യാതൊരു ഐഡിയ ഇല്ലാതിരിക്കുകയും ഈ പറഞ്ഞ കാലയളവ് കഴിഞ്ഞപ്പോൾ നാട്ടുകാർ മുഴുവൻ ഇയാളെ കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ അയാൾ സ്ട്രെസ് അടിച്ചിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഷോപ്പ് ഒഴിവാക്കിയിട്ട് അവസാനം അയാൾ ഗൾഫ് പോയൊരു കഥ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ. ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രെയിനിങ്ങിന്റെ സംഗതി കേട്ടു, എഴുതി വെക്കുന്നതിനെ പറ്റി കേട്ടു, ഇയാള് മറ്റേ വിഷ്വലൈസ് ചെയ്യുന്നതിനെ പറ്റി കേട്ടു, പക്ഷെ അതിന് പണിയെടുക്കുക എന്നുള്ളൊരു സംഗതിയെ പറ്റി അയാൾക്ക് മറ്റേ ആൾ പറഞ്ഞു കൊടുത്തോ ഇല്ലേ നമുക്കറിയില്ല. എന്തായാലും ഇത് സംഭവിച്ച ഒരു കാര്യമാണ്. അത് സ്ട്രെസ് ഉണ്ടാക്കി. എനിക്ക് ഒരു ഗോള് സെറ്റ് ചെയ്യുന്ന സമയത്ത് വേണ്ടതെന്നാന്ന് വ്യക്തമായിട്ട് അറിയുകയും അതിന് ശേഷം ഞാനത് കൃത്യമായിട്ട് എങ്ങനെ നേടും എന്നുള്ളതിന്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കുകയും പ്ലസ് ഞാൻ വിഷ്വലൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ, ഒന്ന്, എനിക്ക് സ്ട്രെസ്സിന്റെ ആവശ്യമില്ല, കാരണം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. രണ്ട്, പിന്നെ എനിക്കത് വളരെ കൃത്യമായിട്ട് എൻ്റെ ബ്രെയിൻ അത് ഉറപ്പിക്കുന്നതോട് കൂടി എനിക്ക് സ്ട്രെസ് കുറയാണ് ചെയ്യുക. കാരണം എനിക്ക് അതിൻ്റെ വഴി എന്താക്കി തരും, കൂടുതലാക്കി തരും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിഷ്വലൈസേഷൻ അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളാണ്. കഴിഞ്ഞ ഒരു ലാസ്റ്റ് 20 years ആയിട്ടെങ്കിൽ പോലും ഇപ്പം മീനാക്ഷി മേമ പറഞ്ഞതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ.
അപ്പൊ പേഴ്സണലി ഞാൻ പഠിച്ചതനുസരിച്ചും അതേപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ചും വിഷ്വലൈസേഷൻ സ്ട്രെസ് ഉണ്ടാക്കുന്നില്ല. പക്ഷെ വിഷ്വലൈസേഷൻ മാത്രമാണെങ്കിൽ ഇത് എവിടുന്ന് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ പറഞ്ഞതിന്റെ സമാനമായ മറ്റൊരു സംഗതി കേട്ടത് നമ്മൾ ദ സീക്രട്ടിനെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. സീക്രട്ടിന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരിക്കലും ആക്ഷനെ പറ്റിയോ അതല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഗോളിനെ പറ്റിയോ അല്ല, നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിരുന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. ഒബ്വിയസ്ലി ഇത് തെറ്റാണ്, സ്ട്രെസ് ഉണ്ടാക്കും. നമ്മൾ പണിയെടുക്കണം. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഗോള് സെറ്റ് ചെയ്യുകയും ആ ഗോള് നമുക്ക് എങ്ങനെ നേടണം എന്നുള്ളതിന്റെ പദ്ധതി തയ്യാറാക്കുകയും എന്നിട്ട് വിഷ്വലൈസ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, റിസൾട്ട് കിട്ടുന്നത്. ഇപ്പൊ എൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത് ഞാൻ ചെയ്യാറുള്ളത് ഈ സൈക്കോ എഡ്യൂക്കേഷൻ ഒക്കെ കൊടുത്ത് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ കൂടെയാണ് വിഷ്വലൈസേഷൻ നമ്മൾ കൊടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അവർ ഏത് കോണ്ടെക്സ്റ്റിലാണ് അത് പറഞ്ഞത് എന്നോ അതിൻ്റെ എന്താണെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്നുമില്ല, അവര് 7 സ്റ്റെപ്പ് അതിന് പറയുകയൊക്കെ ചെയ്തു, ഉം. മാനിഫെസ്റ്റേഷൻ എന്നുള്ള രീതിക്ക്. പക്ഷെ Yes. അതിൽ അവര് പറഞ്ഞു ഈ വിഷ്വലൈസേഷൻ കൊണ്ട് കാര്യമില്ല, ആ. മറിച്ച് നിങ്ങൾ അതിനെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അപ്പൊ എനിക്ക് ആ വിഷ്വലൈസേഷൻ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ പിന്നെ മുന്നോട്ട് കാര്യമായിട്ട് അത് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് ഇല്ലാതെയായിപ്പോയി. അത് എൻ്റെ മനസ്സിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യം ഉണ്ടായതുകൊണ്ട്. ഓക്കെ. അപ്പൊ അല്ല, നമ്മൾ പക്ഷെ അങ്ങനെയല്ല അവര് അതിനെ കാണേണ്ടത്. സ്വതവേ പറയുകയാണെങ്കിൽ ആ. നല്ല ക്ലാസ്സുകളാണ് അവരുടേത്. ആൻഡ് ഷീ സീംസ് ടു ബി വെരി ഫേമസ്. ആ. അവര് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അവരുടെ നല്ല ക്ലാസ്സുകളാണ്, പല ക്ലാസ്സുകളും ഞാൻ കേൾക്കുന്നതൊക്കെയാണ്. ഉം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് അവർ പറഞ്ഞത് എനിക്കെന്തോ അത്രയ്ക്കും ഉം. അല്ല, ആക്സെപ്റ്റബിൾ നമുക്ക് ആയില്ല. ആളുകളുടെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ നമുക്ക് കേൾക്കാം. എന്തുകൊണ്ട് അവർ പറയുന്നു എന്നുള്ളത് നമുക്ക് പക്ഷെ അത് അന്വേഷിക്കാം. കേട്ട് പലരും ഇത് തെറ്റിദ്ധരിക്കില്ലേ? ഏത്? അല്ല, അതിപ്പോ ആ ലോകത്ത് ക്ലാസ് എവിടെ. അറ്റൻഡ് ചെയ്തവർക്കെല്ലാം ഇവിടെ ഒരു തെറ്റിദ്ധാരണയല്ലേ അവർ കൊടുക്കണത്? അല്ല, അത് നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോ ഒരു ഏകദേശം പിന്നെ 3 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു സെക്സോളജിസ്റ്റ് ഉണ്ട് യൂട്യൂബിൽ. പേര് പറയുന്നത് ശരിയാവൂല എന്നുള്ളതുകൊണ്ട് ഷീസ് എ ഡോക്ടർ. അപ്പം അവര് പറഞ്ഞ കഴിഞ്ഞ ഒരു 3 ആഴ്ച മുമ്പ് അവര് പറഞ്ഞൊരു മഹാ അബദ്ധമുണ്ട്. ചിത്രമൊക്കെ വരച്ചിട്ടാണ് അവർ ക്ലാസ് എടുക്കുക. അത്രയും ഭീമമായ ഒരു അബദ്ധം അവര് പറഞ്ഞത് മറ്റൊരു ഡോക്ടർ ചൂണ്ടിക്കാട്ടിയിട്ട് പോലും അവർ തിരുത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ രസം. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് വിവരങ്ങള് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ഒന്ന് നമ്മൾ അതിന്റെ സയന്റിഫിക് പാർട്ടാണ്. എല്ലാ സയന്റിഫിക് തെറാപ്യൂട്ടിക് അപ്രോച്ചും വിഷ്വലൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ സി ബി ടി ആണല്ലോ ഇപ്പൊ നമ്മൾ ഏറ്റവും ആധികാരികമായിട്ട് ഉപയോഗിക്കുന്ന തെറാപ്യൂട്ടിക് മെത്തേഡ്. അതിൽ വിഷ്വലൈസേഷൻ ഒരു ടൂളാണ്. അതുപോലെ തന്നെ ഒരു പിന്നെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പഠനങ്ങളും വിഷ്വലൈസേഷൻ എന്ത് ചെയ്യുന്നില്ല, പിന്നെ നെഗറ്റീവായിട്ട് പറയുന്നില്ല. അതേസമയത്ത് ഈ പറഞ്ഞു കൊടുത്ത ഈ രണ്ട് കാര്യങ്ങളില്ലെങ്കിൽ, വെറും വിഷ്വലൈസേഷൻ മാത്രം ഉണ്ടെങ്കിൽ, ഏതുപോലെ എന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറയല്ലേ പ്രാർത്ഥിച്ചാൽ മാത്രം, അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. പ്രാർത്ഥിച്ചാൽ മാത്രം എന്ത് ചെയ്യും, ഫലം കിട്ടും, അസുഖം മാറും എന്ന് കരുതുന്ന ആളുകളുണ്ട്. ഇല്ല, നമ്മൾ അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അതേപോലെ തന്നെ ചിന്തിച്ചാൽ മാത്രം നമുക്കിത് കിട്ടുന്നത് സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകവും സീക്രട്ടിലുള്ള മൂവിയൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. ഇല്ല, നമുക്ക് നടക്കില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോള് വേണം, ആക്ഷൻ വേണം. നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഞങ്ങൾ ഇസ്ലാമിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ കുതിരയെ കെട്ടിട്ടതിന് ശേഷം പടച്ചോനെ ഏൽപ്പിക്കുക എന്ന് പറയാറുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ചെയ്യേണ്ടത് ചെയ്തിട്ട് ദൈവത്തോട് എന്ത് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത് പറയാന്ന് പറയാറുണ്ട്. അപ്പൊ ഇത് നമ്മൾ വിഷ്വലൈസേഷന്റെ കാര്യത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. താങ്ക് യു സീക്രട്ട് മനോജ്, താങ്ക് യു. എനിക്ക് ഒരുപാട്. അതായിരുന്നു നിങ്ങളുടെ അടുത്തുനിന്ന് കേൾക്കേണ്ടിണ്ടായിരുന്നത്. അതെ, അതെ. അപ്പൊ ഒരുപാട് ഈ സീക്രട്ടിന്റെ പുസ്തകം വായിച്ചിട്ടും അതിന്റെ മൂവി കണ്ടിട്ടും അതിന്റെ ട്രെയിനേഴ്സിനെ കണ്ടിട്ടും ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഇത്ര കാലം ചിന്തിച്ചിരുന്നു, ഇത്ര കാലം വിഷ്വലൈസ് ചെയ്തു, നിങ്ങൾക്ക് തന്ന പൈസയും പോയി ഞങ്ങളെ സമയം പോയി എന്നല്ലാതെ ഒരു കാര്യമില്ല എന്നുള്ളത്. അത് സത്യമാണ്. അങ്ങനെ ചിന്തിച്ചിരുന്നത് കൊണ്ട് മാത്രമോ
അല്ലെങ്കിൽ നമ്മൾ വെറുതെ വിഷ്വലൈസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമോ ഒന്നും സംഭവിക്കില്ല. നമ്മൾ ചെയ്യണം, ഗോള് കൃത്യമായിരിക്കണം, അതിന്റെ റൂട്ട് കൃത്യമായിരിക്കണം എന്നുള്ളത് ഇതിന്റെ ഒരു ഭാഗമാണ്. എന്തായാലും ഇത്തരം ചില ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനും ഡിഫറൻസ് സംഗതികളും വരുമ്പോഴാണല്ലോ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുക. ആ അർത്ഥത്തിൽ അത് നല്ലതാണ്. Sir, ഇത് good evening, Jonathan. ശരിക്കും നമ്മളെ വിഷ്വലൈസേഷൻ വി ആർ യൂസിങ് ഇറ്റ് എ ലോട്ട് ഇൻ ആർ ലൈഫ്. ഉം. നമ്മള് ഓട്ടോമാറ്റിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാല് നമ്മളിപ്പോ കുട്ടികൾ വലുതാകുമ്പോ വി വിഷ്വലൈസ് ദാറ്റ് ദേ ഷുഡ് എൻറ്റർ ഇൻ ടു എ യൂണിവേഴ്സിറ്റി ആൻഡ് വി ആക്ച്വലി ട്രൈ ടു ഗെറ്റ് ദം ഇൻ ടു എ ഗുഡ് യൂണിവേഴ്സിറ്റി. ഓരൽസ് കുട്ടികളെ നമ്മൾ കല്യാണം കഴിപ്പിക്കുമ്പം നമുക്കൊരു വിഷൻ ഉണ്ടല്ലോ, അവരിങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിച്ച് ഇങ്ങനെ ഒക്കെ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ശരിക്കും നമ്മൾ മെനക്കെട്ടിട്ട് അത് അന്വേഷിക്കുക, അതിനുള്ള പ്രപ്പോസൽസ് നോക്കുക. ലോട്ട് ഓഫ് ആക്ഷൻ ഹജ്ജിന് പോകുമ്പോഴൊക്കെ ഹജ്ജിന് ഇഫ് യു ഹാവ് ഹെൽത്ത് ആൻഡ് വെൽത്ത് ഓൺലി യു മസ്റ്റ്, അപ്പൊ അവിടെ തന്നെ യു ഹാവ് ടു ആക്ട് ഫോർ ഇറ്റ് എന്നാണ് അവിടെ ആ ഒരു Yeah. മെസ്സേജ് വരുന്നത്. അതിനുള്ള വെൽത്തും നിങ്ങൾ കണ്ടെത്തണം, അതിനുള്ള ഹെൽത്തും കണ്ടെത്തണം. എന്നിട്ട് യു വിഷ്വലൈസ് ഗോയിങ് ഫോർ ഹജ്ജ് and then you pray for it and then you will reach there. So actually we are using it a lot. We don't realize that, most of our planning is actually done through this visualization and എനിക്ക് തോന്നിയിട്ടുള്ളത്. Yeah. കാരണം ഈ പറഞ്ഞത് തന്നെയാണത്. നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞതിന്റെ തന്നെ ഒരു ചുരുക്കമാണ് ഇപ്പൊ ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത്. നമ്മള് പിന്നെ ഏത് കാര്യത്തിലും വിഷ്വലൈസേഷൻ വൺ വേ ഓർ അതർ വേ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ ഈവൻ നമ്മൾ വിഷൻ സെറ്റ് ചെയ്യുന്നത്, മിഷൻ സെറ്റ് ചെയ്യുന്നത്, അതിനുവേണ്ടി പണിയെടുക്കുന്നത് എല്ലാം പാർട്ട് ഓഫ് വിഷ്വലൈസേഷൻ ആണ് ശരിക്കും. നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയും നമ്മളെ ഗോളിന് വേണ്ടി അത്ര ആഗ്രഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മേ ബി ആ ഒരു ഹോർമോൺസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യോ, അതൊന്ന് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയൊക്കെ ചെയ്യോ? അതിന്റെ അവസാന പാർട്ട് ഒന്നുകൂടി പറയാമോ? നമ്മൾ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, നമ്മൾ വിഷ്വലൈസ് ചെയ്തു, അതിന് വേണ്ട കാര്യങ്ങൾ പിന്നെ നമ്മൾ ചെയ്യുന്നു, ഗോള് സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഗോള് സെറ്റ് ചെയ്യുന്നു, പിന്നെ വിഷ്വലൈസേഷനും നന്നായിട്ട് ചെയ്യുന്നു. ആ ഒരു ഗോള് നമുക്ക് അറ്റൈൻ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ നമുക്ക് ഉണ്ടാവുമ്പം നമുക്ക് എന്തെങ്കിലും ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യോ ഇൻ ഓർഡർ ടു ആക്ട്? തീർച്ചയായിട്ടും നമുക്ക് നല്ല ഗോളുകൾ ഉണ്ടാവുകയും അതേപോലെ തന്നെ നമ്മൾ നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഹാപ്പിനെസിന്റെ ഒത്തിരി കെമിക്കൽസ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? അതിന് വേണ്ടിയിട്ടുള്ള റൂട്ട് കൂടി ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ നമുക്ക് എന്തായിരിക്കും, ഒന്നുകൂടി പിന്നെ നമുക്ക് താല്പര്യം കൂടും. ഓക്കെ, എന്തായാലും സന്തോഷം. കാരണം നമുക്ക് പല ആംഗിളിൽ നിന്നുള്ള വിവരങ്ങൾ വരുമ്പോഴാണല്ലോ അവരെ ഒന്ന് റെഫർ ചെയ്യാൻ പറ്റുന്നവരുടെ പേരോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും റെഫറൻസോ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ എന്താണ് അവർ പറയുന്നത് എന്നുള്ളത് ഒന്ന് നോക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, റൈറ്റ്. ഞാൻ നോക്കട്ടെ. അവരതിന്റെ ഇത് തരും എന്നാണ് പറഞ്ഞിണ്ടായ, അതിന്റെ വീഡിയോ യൂട്യൂബ് ലിങ്കോ അങ്ങനെ എന്തോ തരുംന്ന്. ഞാൻ നോക്കാം, ഉണ്ടെങ്കിൽ ഞാൻ മോമജിക്ക് അയച്ചു. ഓക്കെ, കാരണം നമുക്ക് അതിന്റെ കോണ്ടെക്സ്റ്റ് കൂടി അറിയണം. എന്തുകൊണ്ട്, എവിടെയാണ് പറഞ്ഞത്, എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, ഏത് കോണ്ടെക്സ്റ്റിലാണെന്നൊക്കെ പറയുമ്പോഴാണല്ലോ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റുക. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. നമ്മൾ അന്നത്തെ കാര്യത്തിന്റെ ബാക്കി ഭാഗത്തേക്കാണ് പോകുന്നത്. മൂഡ് ഡിസൈൻ, അതിന്റെ ബാക്കി പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ലാസ്റ്റ് പാർട്ടിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ അതിന്റെ സ്റ്റെപ്പുകളിലേക്ക് പോകാം. ഡെയിലി മൂഡ് ഡിസൈനിങ് ടെക്നിക്സ് വെച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. കാരണം ഒരു ദിവസം തന്നെ പല സമയത്ത് നമ്മുടെ മൂഡ് പല രീതിയിൽ ആവാറുണ്ട് എന്നുള്ളത് ഒരു ദിവസത്തെ നമ്മുടെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും. ഇന്നത്തെ ഒരൊറ്റ ദിവസം എടുക്കുകയാണെങ്കിൽ ഏതെല്ലാം ഡിഫറെന്റ് മൂഡിലൂടെ നമ്മൾ കടന്നു പോയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഇമോഷൻസ്, ക്രിയേറ്റീവ്, സബ്ജക്റ്റീവ് ഫീലിംഗ്. മൂഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സബ്ജക്റ്റീവ് ഫീലിംഗ് ആണ്. ഇപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നത്, വേറൊരാളുടെ മൂഡ് അയാൾ അനുഭവിക്കുന്ന അതേ തലത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തതിന്റെ കാരണം അത് സബ്ജക്റ്റീവ് ഫീലിംഗ് ആണ്. ഓരോരുത്തരിലും അത് ഡിഫറെൻ്റ് ആണ്. ഒരു സംഭവം
ഒരേ സംഭവം തന്നെ പല ആളുകളിൽ ഉണ്ടാക്കുന്ന മൂഡ് അല്ലെങ്കിൽ ഇമോഷൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അത് എപ്പോഴും ഇമോഷൻസിനെ നമ്മൾ ഇതാക്കാറുള്ളത് സബ്ജക്റ്റീവ് ആയിട്ടാണ്. കാരണം നമുക്കതൊരു സ്കെയില് വെച്ച് ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് അളക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ പേര് തന്നെ SUD എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചത് സബ്ജക്റ്റീവ് യൂണിറ്റ് ഓഫ് ഡിസ്ട്രസ് എന്നുള്ളതാണ്. ഒരിക്കലും അത് OUD അല്ല, ഒബ്ജക്റ്റീവ് യൂണിറ്റ് ഓഫ് ഡിസ്ട്രസ് അല്ല. കാരണം ഒരു പ്രശ്നം അത് അനുഭവിക്കുന്ന ആൾക്കാണ് അതിന്റെ അളവ്, അല്ലെങ്കിൽ അയാൾ എത്രത്തോളം അനുഭവിക്കുന്നു എന്നുള്ളത്. അത് ഫീലിംഗ് ഗുഡ് ആണെങ്കിലും ശരി, ഫീലിംഗ് ബാഡ് ആണെങ്കിലും ശരി, നമ്മൾ ഒരു ദിവസം ഒരാൾ അനുഭവിക്കുന്ന മൂഡിനെ നമ്മൾ സ്കെയിൽ ചെയ്യുന്ന സമയത്ത് അത് അയാളോട് ചോദിച്ചിട്ടാണ് അയാൾ എത്രത്തോളം അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ സ്കെയിൽ ചെയ്യേണ്ടത്. ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ ഒരു ലാംഗ്വേജിൽ പറയുന്ന സമയത്ത് അയാള് എത്രത്തോളം ബാഡ് ഫീലിംഗ് നിന്ന് ഗുഡ് ഫീലിംഗിലേക്ക് മാറണം എന്നുള്ളത് അയാളാണ് തീരുമാനിക്കേണ്ടത്. കാരണം അയാളാണ് അത് സ്കെയിൽ ചെയ്യേണ്ടത്. കാരണം അത് സബ്ജക്റ്റീവ് ഫീലിംഗ് ആണ് മൂഡെന്ന് പറയുന്നത്. ഒരാളുടെ നമുക്ക് സാധാരണ CBTയിലൊക്കെ നമുക്ക് മൂഡ് സ്കോർ ചെയ്യാറുള്ളത് പോലും വ്യക്തിക്ക് മൂഡ് ഡിസൈനിങ്ങിന്റെ ഫോം കൊടുത്തിട്ട് അയാളാണ് അയാളുടെ മൂഡ് എന്ത് ചെയ്യുന്നത്, മൂഡ് ചാർട്ട് എന്നാണ് അതിന് പറയാം. CBTയിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് മൂഡ് ചാർട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഓരോ സമയത്തും അനുഭവപ്പെടുന്ന, നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് മൂഡ് ചാർട്ട് എന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോം നിങ്ങൾക്ക് കിട്ടും. അപ്പം അതിൽ നമ്മൾ ചെയ്യിക്കാറുള്ളത് സബ്ജക്റ്റീവായിട്ടാണ്. എന്തുകൊണ്ട് സബ്ജക്റ്റീവായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സംഗതി, ഉദാഹരണത്തിന് നമ്മളിപ്പം ഒരു ശബ്ദം കേട്ടിട്ട്, നമ്മൾ പേടിപ്പിക്കുന്ന ഒരു ശബ്ദം കേട്ടിട്ട് പേടിച്ചാൽ അവിടെ ഒരു 5 ആളുണ്ടെങ്കിൽ 5 തലത്തിലായിരിക്കും അവർ പേടിച്ചിട്ടുണ്ടാവും. ചില ആൾക്ക് ആ പേടി ചിലപ്പോൾ അവരിൽ വിറയലുണ്ടാകും. വേറെ ചില ആൾക്ക് എന്താന്ന് ചോദിച്ചാൽ ആ പേടി ചിലപ്പോൾ ഒത്തിരി നേരത്തേക്ക് ഒരു ഞെട്ടലുണ്ടാകും. വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ചെറിയൊരു ഫീല് മാത്രം ഉണ്ടാക്കും. ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് മൂഡ് എപ്പോഴും സബ്ജക്റ്റീവാണ്. നമുക്ക് വേറൊരാളുടെ മൂഡ് നമുക്കൊരു സ്കെയില് വെച്ച് അളന്നിട്ട് ഇത്രയാണ് നിങ്ങളുടെ മൂഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു മൂഡ് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ട് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും സ്കെയില് വെച്ചിട്ട് നമുക്ക് മൂഡ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ടൂളുകൾ ഉണ്ടെങ്കിൽ പോലും ആ ടൂള് പോലും നമുക്ക് സബ്ജക്റ്റീവ് ആയിട്ടുള്ള സംഗതികളെ അളക്കാൻ പറ്റൂ എന്നുള്ളത്, ഇത് നമ്മൾ തെറാപ്പിസ്റ്റുകൾ ഉള്ളത് കൊണ്ടാണ് ആ ഒരു രീതി ഞാൻ പറഞ്ഞത്. കാരണം മൂഡ് നമ്മൾ അളക്കേണ്ടത് സബ്ജക്റ്റീവ് യൂണിറ്റിലാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ മൂഡ് എന്ന് പറയുന്ന ഇമോഷൻസ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, ഏത് ഇമോഷൻ ഉണ്ടാവുന്ന സമയത്തും നമുക്ക് ഇൻക്രീസ് ഓർ ഡിക്രീസ് അവർ എറൗസൽ ലെവൽ. എറൗസൽ ലെവൽ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ കെമിക്കൽസ് ഒന്നുകിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നുണ്ട് എല്ലാ തരത്തിലുള്ള മൂഡും. ഫോർ എക്സാമ്പിൾ, നമ്മളൊന്ന് ദേഷ്യം പിടിച്ചാൽ നമ്മുടെ ബോഡിയിൽ കെമിക്കൽസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമുക്ക് ഈ അഡ്രിനൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളൊക്കെയും തന്നെ, അത് അഡ്രിനാലിൻ ആണെങ്കിലും ശരി, നോർ അഡ്രിനാലിൻ ആണെങ്കിലും ശരി, കോർട്ടിസോൾ ആണെങ്കിലും ശരി, നമുക്ക് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് നമ്മൾ വല്ലാതെ സാഡ് ആവുന്ന സമയത്ത് ഈ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ ബോഡിയിൽ ഡോപ്പമൈൻ, സെറട്ടോണിൻ തുടങ്ങിയ കെമിക്കൽസ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ ഇമോഷനെ സംബന്ധിച്ചിടത്തോളം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കെമിക്കൽ കൂടുകയോ കുറയുകയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇമോഷൻസ് വരുന്ന സമയത്ത് അതിൻ്റെ സിംറ്റംസ് നമുക്ക് ബോഡിയിൽ അഫക്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം കെമിക്കൽ ചേഞ്ച് നടക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് മൂഡ് നമ്മൾ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യേണ്ട ആവശ്യം വരുന്നത് നമ്മുടെ കെമിക്കൽ ബാലൻസ് വരുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ബോഡിയിൽ കെമിക്കൽസിന്റെ ബാലൻസിലേക്ക് കൊണ്ടുവരണമെങ്കിൽ മൂഡ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇത് കൂടുന്നതിനനുസരിച്ച്, അതായത് ഈ കെമിക്കൽ കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ എനർജി ലെവല് കൂടുകയോ കുറയുകയോ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇപ്പൊ ദേഷ്യം പിടിക്കുമ്പോൾ നമുക്ക് എനർജി കൂടും. അതുപോലെ തന്നെ പേടി വരുമ്പോഴും നമുക്ക് എനർജി കൂടും. ഒന്നുകിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എനർജി കൂടും.
അതേ സമയത്ത് നമ്മൾ ഡിപ്രഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, എനർജി ഭയങ്കരമായിട്ട് കുറയും. അപ്പൊ ഇങ്ങനെ നമ്മുടെ എനർജിയെയും എന്ത് ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എറൗസൽ ബാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മൂഡ് നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡെയിലി മൂഡ് ഡിസൈൻ ചെയ്യുന്നതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ടെക്നിക്കലി നമ്മൾ വേറൊരാളെ എങ്ങനെയാ സഹായിക്കേണ്ടതെന്ന് പറയുന്നതിന്റെ പകരം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ഈ ഒരു ഇതിലൂടെ പറയുന്നത്. ഒന്നാമത് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള സംഗതികളൊക്കെയും തന്നെ നമുക്ക് ഹൈ എനർജിയും പോസിറ്റീവ് മൂഡും ഉണ്ടാക്കുന്നതാണ്. ഒന്ന്, നമ്മൾ എൻജോയ് ചെയ്യാൻ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കണ്ടെത്തണം. അത് ചിലപ്പോൾ ഒരു മൂവി കാണലാവാം, ഒരു വീഡിയോ കാണലാവാം, അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആവാം, വിരുന്ന് പോവലാവാം. അങ്ങനെ ഏതെങ്കിലും ഒക്കെ സംഗതികൾ നമ്മൾ അതിന് പറ്റുന്ന ആക്ഷൻസ് നമ്മൾ എടുക്കുന്നത് മൂഡ് ഡിസൈനിങ്ങിന്റെ ഭാഗമാണ്. ഇത് നമ്മൾ ബോധപൂർവം ചെയ്യണം എന്നാണ്. നമ്മൾ പിന്നെ ഇത് മില്ലറുടെ നമ്മൾ അന്ന് പറഞ്ഞിരുന്ന മില്ലറുടെ മൂഡ് മാപ്പ് അതേപോലെയാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ അന്ന് കാണിച്ചിരുന്ന പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള അതേ സംഗതി തന്നെയാണ് ഇത്. അവര് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എൻജോയ്മെന്റും ഇലേഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കുറേയും കൂടി നല്ല ഹാപ്പിനെസ് ഉണ്ടാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ. അതിപ്പോ എന്തായിരിക്കാം, ചില ആളുകൾക്ക് ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതാവാം. ഒരു ചെറിയ ഗോള് വെച്ചിട്ട് അത് അച്ചീവ് ചെയ്യുന്നത് ചില ആളുകളിൽ ഭയങ്കരമായിട്ടുള്ള ഇലേഷൻ ഉണ്ടാക്കും, ഭയങ്കരമായിട്ടുള്ള ഹാപ്പിനെസ് ഉണ്ടാക്കും, എൻജോയ്മെന്റ് ഉണ്ടാക്കും. അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ കാണുന്നതാവാം, അയാളുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കുന്നതാവാം. അതുപോലെ തന്നെ നമുക്ക് അതല്ലെങ്കിൽ നമുക്ക് ഒരു സോഷ്യൽ സർവീസ്, ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ്മെന്റ് കിട്ടും മറ്റുള്ളവരെ സഹായിക്കുന്ന സമയത്താണ്. അങ്ങനെയുള്ള കാര്യങ്ങളാവാം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ബോധപൂർവം ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ കൗൺസിലിങ്ങിന്റെ ക്ലാസ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഈ നെഗറ്റീവ് കേട്ട് കേട്ട് ബുദ്ധിമുട്ടാവുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ചെയ്തിട്ട് പോസിറ്റീവ് ആവണം എന്നുള്ളത്. എന്നുള്ള ആക്ഷൻ വേണം എന്നുള്ളതാണ്. പോസിറ്റീവ് ഡിറക്ഷനിലുള്ള എന്ത് ആക്ഷനും നമ്മളിൽ പോസിറ്റീവ് മൂഡ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അത് സർവീസ് ആവാം, അതേപോലെ തന്നെ ഫിസിക്കൽ എക്സസൈസ് ആവാം, അതല്ലെങ്കിൽ നമുക്ക് എൻജോയ്മെന്റ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാണലാവാം, നല്ല റിലേഷൻഷിപ്പുകളാവാം, അതല്ലെങ്കിൽ ഒരാളെ സഹായിക്കലാവാം, ഫിസിക്കൽ മൂവ്മെന്റ് ആവാം. ഇതൊക്കെ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൈ എനർജി നമ്മളിൽ ഉണ്ടാക്കും, പോസിറ്റീവ് തലത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. ഇനി അത്രയും നമ്മൾ പോയിട്ടില്ലെങ്കിൽ നമുക്ക് എന്താ, ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ഇങ്ങനെ ആവുന്ന സമയത്ത് കാമാവാം. അപ്പൊ നമ്മൾ റിലാക്സേഷൻ ചെയ്യുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നത്, അതുപോലെ തന്നെ ഫ്രണ്ട്ലിനെസ് ആയിട്ട് നമ്മൾ ഒരാളോട് പെരുമാറുന്നത്, അഫെക്ഷൻ കാണിക്കുന്നത്. ഒരാളോട് നമ്മൾ അഫെക്ഷൻ കാണിക്കുമ്പോൾ, വാത്സല്യം കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അലറി വിളിച്ചിട്ടൊന്നും പറയാറില്ലേ. ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് നമ്മളൊന്ന് തൊട്ട് തലോടി, അതേപോലെ തന്നെ നമ്മൾ ഇഷ്ടമൊക്കെ പറഞ്ഞ് അങ്ങനെ അഫെക്ഷൻ കാണിക്കുന്ന സമയത്ത് ഇതേ എനർജി പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു തലത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ കാമാക്കുന്നതാണ്. അപ്പൊ ഈ രണ്ടാലൊരു തരത്തിലുള്ള കാര്യം, രണ്ടാലല്ല രണ്ടും നമ്മൾ ലൈഫിൽ ദിവസത്തിൽ കുറെ സമയം കണ്ടെത്തുന്നതാണ് ശരിക്കും ഡെയിലി മൂഡ് ഡിസൈനിങ്ങിന് മില്ലർ സജസ്റ്റ് ചെയ്യുന്ന കാര്യം. ഇത് നമുക്ക് അനുഭവമുള്ളതുമാണ്. നമ്മളിപ്പോൾ ഒരു കുട്ടിയുമായിട്ട് ഇത്തിരി നേരം നമ്മളൊരു അഫെക്ഷനോട് കൂടി കളിച്ചു കഴിഞ്ഞാൽ, ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറെ നേരത്തേക്ക് വല്ലാത്തൊരു ശാന്തത, അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ലിനെസ് ആയിട്ട് ആരോടെങ്കിലും ഫ്രണ്ട്ലി റിലേഷൻഷിപ്പിൽ നമ്മൾ കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞാൽ, നല്ലൊരു ഫ്രണ്ടുമായിട്ട് സമയം ചെലവഴിച്ചാൽ നമുക്ക് കുറച്ചേരത്തേക്ക് ഭയങ്കര ഒരു ശാന്തത നമുക്ക് കിട്ടും. അതുപോലെ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ, കണ്ടന്റ്മെന്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുകയാണെങ്കിൽ നമുക്ക്, അതേ സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഫിസിക്കൽ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ആക്ഷൻ വേണം. അതേപോലെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഫിസിക്കൽ മൂവ്മെന്റ് നടത്തണം. ഒരു സർവീസ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, അതിനു വേണ്ടി മൂവ് ചെയ്യണം. ഇവിടെ മൂവ്മെന്റ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്. ഇവിടെ മൂവ്മെന്റ് ഇല്ല, നമ്മൾ കൃത്യമായിട്ട് വളരെ ശാന്തമായിട്ടുള്ള ഇടപെടൽ. ഇത് രണ്ടും നിങ്ങൾക്ക് ലോ എനർജി നിലനിർത്തിക്കൊണ്ട്
നിങ്ങൾക്ക് പോസിറ്റീവ് ആവണമെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യണം. ഹൈ എനർജി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആക്ഷനിലേക്ക് പോകണം എന്നാണ് മില്ലർ പറയുന്നത്. ഇനി പലപ്പോഴും ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. നമുക്ക് ഹൈ എനർജി കിട്ടുന്ന നെഗറ്റീവ് സൈഡാണ് ആങ്കർ, ദേഷ്യം പിടിക്കുക, ആങ്സൈറ്റി, ഫിയർ, അണീസിനെസ്. അപ്പൊ ഈ സൈഡിലുള്ള റൈറ്റ് സൈഡിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോസിറ്റീവ് കെമിക്കൽസ് ആണ് നമ്മളിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ ഹൈ എനർജി ഉണ്ടാക്കുന്നത് ഡോപ്പമൈനും അതേപോലെ തന്നെ സെറട്ടോണിനും എൻഡോർഫിനും ഒക്കെ ആണെങ്കിൽ, ഇവിടേക്ക് വരുന്ന സമയത്ത് ഈ ഹൈ എനർജി ഉണ്ടാക്കുന്നത് ശരിക്കും അലാമിന്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറിക്ക് നിർദ്ദേശം കൊടുത്ത്, പിറ്റ്യൂട്ടറി അഡ്രിനൽ ഗ്ലാൻഡിന് നിർദ്ദേശം കൊടുത്ത്, അഡ്രിനൽ ഗ്ലാൻഡ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ തുടങ്ങിയ കെമിക്കൽസിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഹൈ എനർജി ഉണ്ടാകുന്നത്. ഇത് നമ്മൾ ആവശ്യമില്ലാത്ത എനർജി ഉണ്ടാക്കുകയും അത് നമ്മുടെ ബോഡിയിൽ കുറച്ചധികം തങ്ങി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിൽ നെഗറ്റീവ് സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇനി നെഗറ്റീവായിട്ട് ലോ എനർജിയിലേക്ക് പോകുന്ന കാര്യമാണ് ഡിപ്രഷൻ. ഒരാൾ നമ്മളെ ഹ്യൂമിലിയേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ നമുക്ക് വല്ലാതെ ഷെയിം തോന്നിയാൽ ഒക്കെ തന്നെ നമ്മൾ സാഡ്നെസ്സിലേക്ക് പോവുകയും ഗ്രീഫായിട്ട് മാറുകയും ഡിപ്രഷനിലേക്ക് പോവുകയും ചെയ്യുന്ന സമയത്ത് ലോ എനർജി. ഈ ലോ എനർജി ഉണ്ടാക്കുന്ന സമയത്തും നമ്മൾ ഇത്രയധികം ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിൽ പോലും ഇവിടെയും ഒരു ഈ പ്രശ്നത്തിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിറ്റുവേഷനിൽ ഉൽപ്പാദിപ്പിക്കുന്ന നെഗറ്റീവ് കെമിക്കൽസ് ആണ് സ്വാഭാവികമായിട്ടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുകയും എന്നിട്ട് ഈ ഭാഗത്തുള്ള പ്രവൃത്തി വഴി ഇതിനെ മാനേജ് ചെയ്യുകയും ചെയ്യണമെന്ന് മില്ലർ പറയാൻ കാരണം. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, പുതിയ കാര്യമൊന്നുമല്ല. ആങ്സൈറ്റിയോ ഡിപ്രഷനോ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ആങ്സൈറ്റി ഹൈ എനർജി ഉണ്ടാക്കും. അതുകൊണ്ടാണ് നെഞ്ചെടുപ്പ് കൂടുന്നത്, പാനിക് ആവുന്നത്, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരുന്നത്, ശരീരം വിയർക്കുന്നത്, അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോലും നമുക്കൊരു സ്വസ്ഥത ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നത് അതുകൊണ്ടാണ്. ഇവിടെ വരുന്ന സമയത്ത് ഹൈ എനർജി വരുന്നില്ല, പക്ഷെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കെമിക്കൽസ് നെഗറ്റീവാണ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ഡെയിലി മൂഡ് ഡിസൈനിങ്ങിൽ ഈ പാർട്ടിന് നമ്മൾ കൃത്യമായ വഴി കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ മൂഡ് ഡിസൈൻ ചെയ്യാൻ പറ്റുമെന്നാണ് മില്ലർ പറഞ്ഞിട്ടുള്ളത്. അതൊരു മൂവി കണ്ടുകൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടാവാം, ഫിസിക്കൽ എക്സസൈസ് ചെയ്തുകൊണ്ടാവാം, സോഷ്യൽ സർവീസ് ചെയ്തുകൊണ്ടാവാം, നല്ലൊരു ഫ്രണ്ടുമായി സമയം ചെലവഴിച്ചുകൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയെ നല്ല ഫ്രണ്ടാക്കിയാൽ മതിയാവും, അതാവാം. കാരണം ഞാൻ അങ്ങനെ പറയുന്നതിന്റെ കാരണം പല ആളുകൾക്കും എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്രഷനോ ആങ്സൈറ്റിയോ ഒക്കെ ഉണ്ടാവില്ല ജീവിത പങ്കാളിയുടെ അടുത്ത് എത്തുമ്പോഴാണ്. കാരണം അവിടെ ഈ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങളിപ്പോൾ ഏറ്റവും പുതിയൊരു വാക്ക് കേട്ടിട്ടുണ്ടാവും അല്ലെ, നമ്മൾ ഭാര്യ ഭർത്താവ് എന്നുള്ള വാക്കിന് പകരം ഉപയോഗിക്കേണ്ടത് ഫ്രണ്ട് എന്നുള്ള വാക്കാണെന്നാ പറയുന്നത്. കാരണം ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോൾ അവിടെ ഒരുപാട് 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 എന്ത് ചെയ്യുന്നുണ്ട്, എന്താണ് ഗ്യാപ്പുകൾ വരുന്നുണ്ട് റിലേഷൻഷിപ്പിൽ. ഒരു നല്ല ഫ്രണ്ടിനോട് നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അങ്ങനെ നമ്മുടെ ജീവിത പങ്കാളിയോട് നമ്മൾ പെരുമാറുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും കുറയുന്നുണ്ട് എന്നുള്ളത് നിങ്ങളിപ്പോൾ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ വീഡിയോസിൽ ഒരുപാട് ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മൂഡ്, ഇത് നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും ഇപ്പോൾ നല്ല ഇതുള്ളതാണ്. നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഡെയിലി ആ എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. അത് ചെയ്യുന്ന ദിവസം നമുക്ക് കുറച്ചുകൂടി ഉഷാറാണ്. നിങ്ങൾ ഡെയിലി മെഡിറ്റേഷനോ അതല്ലെങ്കിൽ റിലാക്സേഷനോ ചെയ്യുന്ന ആളാണെങ്കിൽ അത് ചെയ്താൽ നമുക്ക് അന്ന് കിട്ടുന്ന ഒരു എനർജി കൂടുതലാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുമായിട്ട് സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ അന്ന് നമുക്ക് എന്തൊക്കെയോ നേടിയ പോലുള്ളൊരു ഫീലാണ്. നമ്മൾ നെഗറ്റീവ് ഇതിലേക്ക് പോകുന്നത് പലപ്പോഴും കുറവായിരിക്കും. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന മിക്ക ഡിപ്രസീവ് കേസിലും ഞാൻ കൊടുക്കുന്ന അസൈൻമെൻറ്റുകളിൽ ചിലത് ഇതാണ്. ഒന്ന്, ഒരു തമാശയുള്ള വീഡിയോ കാണുക, എന്നിട്ടൊന്ന് പൊട്ടിച്ചിരിക്കുക, ഇഷ്ടമുള്ള ഒരാളുമായിട്ട് പുറത്ത് പോവുക, അതേപോലെ തന്നെ സമയം ചെലവഴിക്കുക, അതുപോലെ പുറത്തു പോയിട്ട് ഒരുമിച്ചൊരു ഫുഡ് കഴിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൂഡ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും, ബോധപൂർവമായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് മൂഡ് ഡിസൈനിങ്ങിൽ നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് ആയിട്ട് ചെയ്യേണ്ടത്. ഞാൻ ഈ ഒരു ചാർട്ട് കാണിക്കാൻ കാരണം ഇത് മില്ലറുടെ അവർ കൊടുത്തിട്ടുള്ള അതേ ചാർട്ട് ഇങ്ങോട്ട് എടുത്തതാണ്.
അപ്പൊ ഇങ്ങനെ നമ്മുടെ മൂഡുകളെ നമുക്ക് സമയത്തിനനുസരിച്ച് മാറ്റി എഴുതുന്നതിനാണ് മൂഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂഡ് ഡിസൈനിങ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് സാധാരണഗതിയിൽ എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇനി നമ്മൾ ശരിക്കും ഒരു CBT ബേസ് ചെയ്തുകൊണ്ടുള്ള, ഇതുവരെ പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറയേണ്ട ഒരു തിയറിയിൽ കുറച്ച ഭാഗം ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് CBT ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് മൂഡ് ഡിസൈൻ. ഇത് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുള്ളത് മറ്റൊരാൾക്ക് വേണ്ടിയാണ്. നമുക്ക് സെൽഫായിട്ട് ഉപയോഗിക്കാം. ഞാൻ ഈ മോഡ്യൂൾ, ഈ ഒരു സംഗതി ഇവിടെ എടുത്തിടാൻ കാരണം ഇതിൽ ഒത്തിരി തെറപ്പിസ്റ്റുകൾ ഉള്ളത് കൊണ്ടാണ്. നമുക്കൊരാളുടെ ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മൾ ഇമോഷണൽ ഡിസോർഡർ ED എന്ന് പറയുന്ന ആളുകൾക്ക് നമുക്ക് കൊടുക്കാവുന്ന സ്റ്റെപ്പ് കൂടിയാണ്. ഇമോഷൻ ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകൾക്ക് ചെയ്യിപ്പിക്കാവുന്ന ഒരു വർക്ക്ഷീറ്റ് അല്ലെങ്കിൽ ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു തെറാപ്യൂട്ടിക് സ്റ്റെപ്പ്. ഓഫ് കോഴ്സ് നമുക്കത് സെൽഫായിട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു ടെക്നിക്കാണ് നമ്മൾ പരിശീലിക്കുന്നത്. CBT ബേസ്ഡ് മൂഡ് ടെക്നിക്കാണ് നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ മൂഡ് ഡിസൈനിങ് ആണ്, അല്ലെങ്കിൽ മൂഡ് മാപ്പിംഗ് ആണ്. ഈ മൂഡ് ഡിസൈനിങ്ങും മൂഡ് മാപ്പിങ്ങും ഞാൻ ഇൻവാരിയബിളി ആണ് ഉപയോഗിക്കുന്നത്, രണ്ടും ഒരേപോലെ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മൂഡ് ഡിസൈനിങ്ങിന്റെ സ്റ്റെപ്പുകൾ, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ കറണ്ട് മൂഡ് എന്നുള്ളത്. നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മൂഡ് എന്താണെന്നുള്ളത് കണ്ടെത്തുകയാണ് നമ്മൾ വേണ്ടത്. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഏതിലും അങ്ങനെയാണല്ലോ, ഐഡന്റിഫിക്കേഷൻ ആണല്ലോ അല്ലെ. പിന്നെ ആ മൂഡിനൊരു പേര് കൊടുക്കുക. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു സ്ലൈഡ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. കാര്യമായിട്ട് നമ്മൾ പറയുന്ന ഒരു 3-4 മൂഡുകളുടെ പേര് നമ്മളിവിടെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലെ. ഒന്നിതായിരുന്നു ആങ്സൈറ്റി, മറ്റൊന്നിതായിരുന്നു ഡിപ്രഷൻ, വേറൊന്നിതായിരുന്നു ആക്ഷൻ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ, മറ്റൊന്ന് കാം. ആക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവായ ഏത് മൂഡും, ഹാപ്പിനെസ് റിലേറ്റഡ് ഏത് മൂഡും. അപ്പൊ ഇതില് ഇനി ഒന്നുകിൽ ഇങ്ങനെ നമ്മൾ പേര് കൊടുക്കണം, അതല്ലെങ്കിൽ ഇതിന്റെ ഇപ്പം നമുക്കിപ്പം ഇവിടെ ആക്ഷൻ പിന്നെ ഹാപ്പിനെസ് ആവാം, അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് ആവാം, അതല്ലെങ്കിൽ എൻജോയ്മെന്റ് ആവാം, പിന്നെ കാം എന്നുള്ളതിന് പകരം റിലാക്സ്ഡ് ആവാം. ക്ലയന്റ് എന്താണോ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മളോട് പറയുന്നത് ആ ഒരു സംഗതിയാണ് നമ്മളിവിടെ നെയിമായിട്ട്. കാരണം ഏതൊരു സംഗതിയും നമ്മളൊരു തെറാപ്യൂട്ടിക് തലത്തിലേക്ക് പോകണമെങ്കിൽ അതിനൊരു പേര് വേണം. എന്തിനാ പേര് എന്ന് വെച്ചാൽ നമുക്ക് ബ്രെയിനിന് അതൊന്ന് സ്പെസിഫിക് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് ആ മൂഡിനൊരു പേര് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മൾ ക്ലയന്റിനാണ് ചെയ്തു കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ചെറിയ ചോദ്യങ്ങളിലൂടെ ഇപ്പം എന്താണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അതുപോലെ ഇത് എത്ര കാലമായിട്ട് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകളുണ്ട്. മൂഡ് എന്ന് പറയുമ്പോൾ കുറച്ചു കാലം നമുക്ക് നീണ്ടു നിൽക്കുന്ന അവസ്ഥയാണല്ലോ നമ്മൾ മൂഡ് എന്ന് വിളിക്കുന്നത്. പെട്ടെന്ന് വന്നു പോകുന്ന ഇമോഷൻസിനെ നമ്മൾ അഫക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ മൂഡ് എന്ന് പറയുന്ന സമയത്ത് അപ്പൊ എത്ര കാലമായിട്ടുണ്ട്, ഇത് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, ഇങ്ങനെ ചോദിച്ച് അതിനൊരു പേരിലേക്ക് നമ്മൾ എത്തിക്കും. അത് ആങ്സിയസ് എന്നാവാം പേര്, ആങ്സൈറ്റി ആവാം, ലോ. ചില ആളുകൾ ഇപ്പൊ അങ്ങനെ ആയിരിക്കും പറയുന്നത്, ഒന്നും ചെയ്യാനൊരു മൂഡില്ല, വെറുതെ ഇങ്ങനെ കിടക്കാൻ തോന്നുന്നു, അതെങ്കിൽ എന്താന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, പുറത്തിറങ്ങാൻ പോലും തോന്നുന്നില്ല. അപ്പൊ ലോ ആണത്. അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ്, നമുക്കൊരു ഒരുമാതിരി പിന്നെ വെറി പിടിക്കുക എന്ന് പറയില്ലേ, ഒരു വെറി പിടിക്കുന്ന അവസ്ഥയാണുള്ളത്. റേറ്റ് ദ മൂഡ്, ഇതിനാണ് നമ്മൾ SUD എന്ന് പറഞ്ഞത് കേട്ടോ. SUD അതിനെ 0 to 10 സ്കെയിലില് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ സ്കെയിൽ ചെയ്യാം. അപ്പൊ ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും മൂഡുകൾ ഉണ്ടെങ്കിൽ ഇത് ചെയ്തു നോക്കാം, സ്വയം നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമ്മുടെ കറണ്ട് മൂഡ് എന്താണ് റൈറ്റ് നൗ, നിങ്ങളുടെ കറണ്ട് മൂഡ് എന്ന് പറയുന്ന സമയത്ത് ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നുള്ള അർത്ഥമല്ല, കുറച്ച് ദിവസമായിട്ട്. ഇപ്പൊ നമ്മൾ ന്യൂ ഇയർ ഒക്കെ ആണല്ലോ, ഒരു 1-ാം തീയതി മുതൽ നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ നമ്മളുടെ പൊതുവെ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളുടെ അവസ്ഥ എന്താണ്? നമ്മൾ ആങ്സിയസ് ആണോ, ലോ ആണോ, ഇറിറ്റേറ്റഡ് ആണോ? നിങ്ങൾ വളരെ ഹാപ്പിയാണ്, എൻജോയിങ് ആണെങ്കിൽ നമുക്കത് സ്കെയിൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നമുക്കത് എന്താ ആവശ്യം, വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഹാപ്പിനെസ്സിലുള്ള ഒരാളെ നമ്മൾ വെറുതെ കഷ്ടപ്പാടിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ഇത്തരം നെഗറ്റീവ് പേരുകൾ മാത്രം ഉപയോഗിക്കുന്നത്, നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാത്രം. അപ്പൊ അതിനെ റേറ്റ് ചെയ്യണം 0 to 10. ഈ SUD ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 4 അതിൽ താഴെയോ ആണെങ്കിൽ നമുക്കത് ഇഗ്നോർ ചെയ്യാം.
എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കഴിഞ്ഞ ഒരു 5 ദിവസം എടുത്തു നോക്കുന്ന 5-ാം തീയതിയാണ്, നമ്മളൊക്കെ ഇത്തിരി ഡിപ്രസ്ഡ് ആയ അവസ്ഥ ഉണ്ടായിട്ടില്ലേ? ഇത്തിരി ദേഷ്യം വന്ന അവസ്ഥ ഉണ്ടായിട്ടില്ലേ? ഇത്തിരി ആങ്സിയസ് ആയ അവസ്ഥ ഉണ്ടായിട്ടില്ലേ? അപ്പൊ ഒരു 4 വരെയൊക്കെ ഉള്ളത് നമ്മൾ മനുഷ്യന്മാർ എന്നുള്ള നിലക്ക് നമുക്ക് ഉണ്ടാവാം. അതുകൊണ്ട് നമുക്ക് അതിനെ ഇഗ്നോർ ചെയ്യാവുന്നതാണ്. അതേ സമയത്ത് 5ഉം അതിൽ കൂടുതലും വരുന്ന സമയത്താണ് നമ്മളത് പ്രോസസ്സ് ചെയ്യേണ്ടത്, വർക്ക് ചെയ്യാൻ. ഇതുകൂടി അവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇത് നമ്മൾ ഈ സ്കെയിൽ ചെയ്ത് ചെയ്യുന്ന എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മുടെ അടുത്തൊരു ക്ലയന്റ് വന്നിട്ട് നമ്മൾ സാധാരണഗതിയിൽ ഭയങ്കര വിഷമമൊക്കെ പറഞ്ഞൊരു സ്കെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുത്ത് വിടൽ മാത്രമേ ഉണ്ടാവും. മനുഷ്യന്മാരാണ്, നമുക്കിതൊക്കെ ഉണ്ടാവും, അത് ഓക്കെയാണ്. അതിങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ, മറ്റൊരർത്ഥത്തിൽ നമ്മൾ പറഞ്ഞാൽ ഉറക്കത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആപ്പിറ്റൈറ്റിനെ, വിശപ്പിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ, ജോബിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് വർക്ക് ചെയ്യേണ്ടതുള്ളൂ. കാരണം ഇമോഷൻസ് എന്ന് പറയുന്നത്, ഞാനും നിങ്ങളും ഒക്കെ ജനിച്ച സമയത്ത് നമുക്ക് ലിംബിക് സിസ്റ്റം, നമ്മൾ അടുത്ത മൊഡ്യൂളിൽ പറയുന്നുണ്ട്, അത് ന്യൂറോ സയൻസ് പറയുന്ന സമയത്ത് ജനനത്തോടു കൂടി ഉണ്ടാവുന്നതാണ് ലിംബിക് സിസ്റ്റം. നമ്മുടെ റീസണിങ് ഒക്കെ വളരുന്നത് പിന്നെയാണ് 3 വയസ്സും 7 വയസ്സും ഒക്കെ ആവുമ്പോഴാണ്. പക്ഷെ ജനിക്കുമ്പം മാത്രമല്ല, ഗർഭാവസ്ഥയിൽ തന്നെ ഇമോഷൻസ് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് പല പാട്ടൊക്കെ ഗർഭാവസ്ഥയിൽ കേൾക്കുന്ന പാട്ടിനും ഗർഭാവസ്ഥയിൽ കേൾക്കുന്നതിനും അനുസരിച്ച് കുഞ്ഞിൻ്റെ ചലനങ്ങളൊക്കെ ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട്, അല്ലെങ്കിൽ വീഡിയോ പിന്നെ വെച്ചുകൊണ്ട് പഠിക്കാനൊക്കെ ആളുകൾക്ക് പറ്റുന്നത്. ഇമോഷൻസ് ബ്രെയിന് ഗർഭാശയത്തിൽ വെച്ച് ഡെവലപ്പ് ചെയ്യുമ്പം തന്നെ നമ്മളിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഡെയിലി ലൈഫിൽ നമുക്ക് ഇമോഷൻസ് ഉണ്ടാവും. ഇപ്പൊ നമുക്ക് കേൾക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒന്ന് കേട്ടാൽ കുറച്ചു നേരത്തേക്ക് വിഷമം ഉണ്ടാവും. നമ്മൾ ആരെങ്കിലും ഒന്ന് കളിയാക്കിയാൽ നമുക്ക് കുറച്ചു നേരം ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു നെഗറ്റീവ് സ്ട്രോക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇത് സ്വാഭാവികമാണ്. പക്ഷെ അത് മാനേജ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, അതൊരു 4-ൽ താഴെയാണെങ്കിൽ നമ്മൾ ബേജാറാവേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പൊ സ്കെയില് ചെയ്യുക, ഇതിന് ടെക്നിക്കലി പറയുന്ന പേരാണ് SUD, സബ്ജക്റ്റീവ് യൂണിറ്റ് ഓഫ് ഡിസ്ട്രസ്. നമ്മൾ അനുഭവിക്കുന്ന ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് എത്രയാണ്, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, കറന്റ് മോഡ്. ഓക്കെ, ഇനി വേർ ഇസ് ഇറ്റ് ഫെൽറ്റ് ഇൻ ദ ബോഡി? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് അത് എവിടെങ്കിലും ബോഡിയിൽ അനുഭവപ്പെടുന്നുണ്ടായി. അതും പറയേണ്ടത് ക്ലയന്റ്. ചിലവർ പറയും എൻ്റെ നെഞ്ചത്ത് ഭയങ്കര കനാണ്, വേറെ ചില ആളുകൾ പറയും എൻ്റെ തലക്ക് കനാണ്, അതല്ലെങ്കിൽ വേറൊരാൾ പറയും തലക്ക് തലവേദനയാണ് വരുന്നത്, വേറെ ചില ആൾ പറയും വയറ് ഡിസ്റ്റർബ് ആവുകയാണ് ചെയ്യുന്നത്, വേറെ ചില ആളുകൾ പറയുന്നത് ശരീരം വലിഞ്ഞ് മുറുകുകയാണ് ചെയ്യുന്നത്, വേറെ ചില ആളുകൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ബോഡിയിൽ കയ്യും കാലും വിറക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എവിടെയാണ് ഈ മൂഡ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് ശരിക്ക് നമ്മൾ കണ്ടെത്തുകയാണ് എന്താണ് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഐഡന്റിഫൈ ദ ട്രിഗർ. എന്ത് കാണുമ്പോഴാണ്, എന്ത് കേൾക്കുമ്പോഴാണ്, ആരെ കാണുമ്പോഴാണ്, എന്ത് സംഭവിക്കുമ്പോഴാണ് ഇത് വരുന്നത്? വാട്ട് ഹാപ്പൻ ജസ്റ്റ് ബിഫോർ? അതിന് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം റീസെന്റ് എക്സ്പീരിയൻസ് ആണ്. ഏറ്റവും അടുത്ത കാലത്ത് നിങ്ങൾക്ക് ഈ മൂഡ് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? ചിലപ്പോൾ ചിലവർക്ക് ചില ആളുകളെ കാണുമ്പോഴായിരിക്കും, വേറെ ചിലവർക്ക് ചിലപ്പോൾ കൂടുതൽ ആളുകളെ കാണുമ്പോൾ അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നതിനെ പറ്റിയായിരിക്കും, വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വീട്ടിലേക്ക് 4 വിരുന്നുകാർ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്താണ് ട്രിഗർ ചെയ്യുന്നത്? ട്രിഗർ CBTയുടെ രീതി ഇങ്ങനെയാണ്. ആരാണ് ട്രിഗർ, വാട്ട് എന്താണ് ട്രിഗർ, അതുപോലെ എവിടെയാണ് ഈ ട്രിഗർ സംഭവിക്കുന്നത്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടെത്തുന്നു. എന്നാൽ ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിപ്പിക്കുകയാണ് നമ്മൾ. CBTയുടെ രീതി അതാണല്ലോ, അയാളെ ചിന്തിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. എന്ത് സംഭവിച്ചപ്പോഴാണ് നിങ്ങൾക്ക് ഈ മൂഡ്? ഉദാഹരണം സങ്കടം, എന്ത് സംഭവിച്ചപ്പോഴാണ്? ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ്, അല്ലെ വൈഫ് ഇങ്ങനെ പെരുമാറിയപ്പോഴാണ്? വാട്ട്. അതുപോലെ എന്ത് സംഭവിച്ചപ്പോഴാണ്? എവിടെയാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ്, ഐഡന്റിഫൈ ഓട്ടോമാറ്റിക് തോട്ട്. എപ്പോഴും CBT വർക്ക് ചെയ്യുന്ന സമയത്ത് തോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്
ഈ ഒരു ഇത് വരുന്ന സമയത്തുള്ള തോട്ട് സ്വാഭാവികമായിട്ടും ഇങ്ങനെയാണല്ലോ വരിക, സംതിങ് ബാഡ് വിൽ ഹാപ്പൻ അല്ലെ, ഏതുപോലെ ഐ കാണ്ട് ഹാൻഡിൽ ദിസ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും വരിക. എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തത് സംഭവിക്കാം, അല്ലെങ്കിൽ എനിക്കിത് ഉദാഹരണത്തിന് എനിക്കൊരു പ്രസന്റേഷൻ ഉണ്ട്, ആ പ്രസന്റേഷനുള്ള സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള പാനിക് വരികയാണെന്ന് വിചാരിക്കുക, ആങ്സൈറ്റി വരികയാണ്. അപ്പൊ എൻ്റെ ഉള്ളിലുണ്ടാവുന്നതാണ്, അയ്യോ ഈ ഓഡിയൻസിന്റെ മുമ്പിൽ എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല, ഈ ഓഡിയൻസിന്റെ മുമ്പിൽ എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല. ഇപ്പോ ഇതിന് കൃത്യമായിട്ട് ഇപ്പൊ ഈ സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് ഞാൻ ചെയ്ത ഒരു കേസ് ഉണ്ട്, ഈ 2 ആഴ്ചന്റെ ഉള്ളിൽ തന്നെ ചെയ്ത ഒരു കേസ് ഉണ്ട്. പുള്ളി പിന്നെ വിദേശത്താണ്, ട്രെയിനറാണ്, ആൾക്ക് പ്രശ്നമൊന്നുമില്ല, നല്ല ട്രെയിനറാണ്, നല്ല ഫീഡ്ബാക്ക് ആണ്. പക്ഷേ പുള്ളിയെ പുതിയ ഒരു ഓഡിയൻസിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ആ സെഷൻ ചെയ്യേണ്ടത് ഇംഗ്ലീഷിലാണെങ്കിൽ, ആൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. പഴയ ഓഡിയൻസ് ആണെങ്കിൽ കുഴപ്പമില്ല, പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ കുഴപ്പമില്ല, മലയാളത്തിലാണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ റീസെന്റ് എക്സ്പീരിയൻസ് ചോദിച്ച സമയത്ത് അവിടുത്തെ ഒരു ടീനേജ് ഗ്രൂപ്പിന് ഇംഗ്ലീഷിൽ ഒരു സെഷൻ ചെയ്യേണ്ടി വന്നപ്പോഴാണ് അദ്ദേഹം ഈ പ്രശ്നം അനുഭവിച്ചത്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. അപ്പൊ ഇവിടെ നമ്മൾ ഇതേ സ്റ്റെപ്പിലൂടെയാണ്, ഇതേ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞതാണ്, അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഐ കാണ്ട് ഹാൻഡിൽ ദ ഫസ്റ്റ് 30 മിനിറ്റ്സ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ അദ്ദേഹം ഓക്കെയാണ്. ഐ കാണ്ട് ഹാൻഡിൽ ദ ഫസ്റ്റ് 30 മിനിറ്റ്സ്. അപ്പൊ ഇതിന് നമ്മൾ തുടക്കത്തില് അതിനെ അദ്ദേഹത്തോട് ഹാൻഡിൽ ചെയ്യിച്ച രീതിയുണ്ട്, അതിലേക്ക് വരാം. അപ്പൊ അതിന്റെ മുമ്പ് ഇതാണ് അദ്ദേഹം പറഞ്ഞ വാക്ക്. കാരണം എന്താണ് അദ്ദേഹത്തിന് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പുതിയ ഓഡിയൻസ് ആണെങ്കിൽ, അതും ഇംഗ്ലീഷിലാണെങ്കിൽ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് 30 മിനിറ്റ്സ് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വർഷങ്ങളായിട്ട് ട്രെയിനിങ് എടുക്കുന്ന ആളാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് തോട്ട് ഈ സാധനമാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനൊരു ട്രെയിനിങ്ങിന് പോയി അതിന് വിളിച്ച് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വരുന്ന സാധനം ഐ കാണ്ട് ഹാൻഡിൽ ദിസ് എന്നുള്ളത്. ഇങ്ങനെ നമ്മൾ ആ തോട്ട് കണ്ടെത്തും. ഇവിടെ നമ്മൾ തോട്ട് ഡയറി ഒക്കെ ഉപയോഗിക്കുക, അദ്ദേഹത്തിന്റെ കേസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് തോട്ട് നമ്മൾ കണ്ടെത്തുന്നതാണ് 3ാമത്തെ സ്റ്റെപ്പ്. 4ാമത്തെ സ്റ്റെപ്പ് ഐഡന്റിഫൈ കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ്. ഈ കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്നുള്ള വാക്ക് ബേസിക്കലി നമുക്ക് കൊഗ്നിറ്റീവ് തെറാപ്പിയിൽ വരുന്നതാണ്. നമ്മളൊക്കെ പല കാര്യത്തെക്കുറിച്ചും ആലോചിച്ച് കൂട്ടുന്ന കാര്യങ്ങളാണ് ശരിക്കും കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ്. ഇപ്പൊ നമ്മളിപ്പോ ഇതാക്കല്ലേ, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു സ്റ്റേജ് പെർഫോമൻസ് ഉണ്ടെങ്കിൽ അത് കൊളായാൽ എന്താവും, മിക്കവാറും അവിടെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് സംഭവിക്കാൻ സാധ്യത ഉള്ളത് എന്നൊക്കെ നമ്മൾ വരുത്തുന്ന കുറച്ച് സംഗതികളാണ്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മൾ മുമ്പ് ഒരിക്കല് പിന്നെ REBT പറഞ്ഞ സമയത്ത്, റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി പറഞ്ഞ സമയത്ത് 12ഓളം കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വേണ്ട ആളുകൾക്ക് ഒന്ന് യൂട്യൂബിൽ ഇതിൽ ഗൂഗിളിൽ കയറിയിട്ട് കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 12 മേജർ കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. കാണിക്കും അത് പറയാനുണ്ട്. നമ്മൾ ആ കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ എന്നുള്ള വാക്ക് പറഞ്ഞിട്ട് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ്. കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ കാരണമില്ലാതെ, തെളിവില്ലാതെ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളെയാണ് കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് കൃത്യമായ തെളിവില്ലാതെ നമ്മൾ കൂട്ടുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ വേഗത്തിൽ മനസ്സിലാവും. ഇപ്പം ഞാൻ ഏതെങ്കിലും പോകുന്ന സമയത്ത് എൻ്റെ ഭാര്യ പിറകുന്ന് വിളിച്ചാൽ പിന്നെ അന്നത് നടക്കൂല എന്നുള്ളത് ഒരു കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ. കാരണം അങ്ങനെ പറയുന്ന ഒരു പിന്നെ കേസിൽ നമ്മൾ കൊടുക്കുന്ന ഒരു അസൈൻമെന്റ് എന്ന് പറയുന്നത്, ഇങ്ങനെ ഭാര്യ വിളിച്ച സമയത്തൊക്കെ നമ്മൾ നോട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ അന്ന് പോയിട്ട് നമുക്കറിയാം 10ൽ 6 തവണയും മിക്കവാറും നടന്നിട്ടുണ്ടാവും. പക്ഷെ 1 2 അല്ലെങ്കിൽ 3 4 തവണ നടക്കാത്ത സമയത്ത് അതാണ് നമ്മുടെ ബ്രെയിൻ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക. അതുകൊണ്ടാണ് കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് അതിനെ വിളിക്കുന്നത്. തെളിവില്ലാതെ നമ്മൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ. അപ്പം നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ തലച്ചോറിന്റെ ഒരു തരികിട കൂടിയാണത്. പിന്നെ
നിങ്ങൾ വേണമെങ്കിൽ പിന്നെ മറ്റൊരു വാക്ക് അതിന് ഉപയോഗിക്കാറുള്ളത് കൊഗ്നിറ്റീവ് ബയാസ് എന്നുള്ളതാണ്. നമ്മള് നമ്മൾ ബയാസ്ഡ് ആയി പോവുക, ഒന്നോ രണ്ടോ അനുഭവത്തിന്റെ പേരിൽ നമ്മൾ ബയാസ്ഡ് ആയി പോകുന്നതാണ്. ഇങ്ങനെ വല്ല കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷനും ഉണ്ടോ ഇയാളുടെ ഈ മൂഡിന്റെ പിറകിൽ നിന്ന് കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ നാലാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത് ഐഡന്റിഫൈ കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്ന് പറയുന്നത്. ഇതെന്തോ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാം. ചിലതാണ് കറ്റാസ്ട്രോഫൈസിങ്. കറ്റാസ്ട്രോഫൈസിങ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരന്തം മുന്നിൽ കാണുക. എന്ത് ചെയ്താലും അത് അവസാനം ദുരന്തമായി മാറുമെന്ന് പിന്നെ നമ്മൾ പറയുന്നതാണത്. നമ്മൾ ഇപ്പോൾ ഒരു പ്രസന്റേഷൻ നടത്താൻ പോവുകയാണെങ്കിൽ ഈവൻ ചില ആളുകൾ പറയാറില്ല, യാത്രക്ക് പോണ സമയത്ത് അപകടം സംഭവിച്ചാലോ എന്നാണ് പേടിക്കുക. അങ്ങനെ നമ്മൾ ദുരന്തം മുന്നിൽ കാണുന്ന സ്വഭാവം ഉണ്ടോ, അത് ചിലപ്പോൾ നമ്മുടെ ആങ്സൈറ്റിക്ക് കാരണമാവും, ഡിപ്രഷന് കാരണമാവും. അങ്ങനെ പിന്നെ അത് കറ്റാസ്ട്രോഫിക് ആണോ എന്നുള്ളതാണ് ഒരു കാര്യം. മൈൻഡ് റീഡിങ് അറിയാലോ. ഇപ്പൊ നിങ്ങൾ മനസ്സിൽ എന്താ നടക്കുന്നത് എന്നുള്ളത് ഞാൻ ഊഹിച്ച് പറയുന്നതാണ് മൈൻഡ് റീഡിങ്. ഉദാഹരണത്തിന് ഞാനൊരു ഓഫ്ലൈൻ ക്ലാസ് എടുക്കുക എന്ന് വിചാരിക്കുക. അപ്പൊ അതിലിപ്പം മീനാക്ഷി മാമും ഉണ്ട്, നമ്മുടെ സുജൈൽ ബായും ഉണ്ട് എന്ന് വിചാരിക്കുക. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒന്ന് സംസാരിച്ചു. അപ്പൊ ഞാൻ മനസ്സിലാക്കുകയാണ് എൻ്റെ ക്ലാസ്സിനെ പറ്റി എന്തോ ഒരു കുറ്റാണ് രണ്ടാളും കൂടി പറഞ്ഞത്. ഇവര് ചിലപ്പോൾ എന്തോ ഒരു സംഗതി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതായിരിക്കും. പക്ഷെ ഞാൻ ഇങ്ങനെ ഇതായിട്ട് അപ്പൊ എന്ത് ചെയ്യും, എൻ്റെ ക്ലാസ് മോശമാവും, എൻ്റെ മൂഡ് മാറും, എനിക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻ വരും, അല്ലെങ്കിൽ എനിക്ക് സങ്കടം വരും. ഇങ്ങനെ ഞാൻ ഒരിക്കലും അത് ചെക്ക് ചെയ്യൂല. എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം, അല്ല എന്താ സുജയ് ഭായ് നിങ്ങൾ സംസാരിച്ചത് ഇപ്പോൾ മീനാക്ഷി മാമിനോട് ചോദിച്ചാൽ അദ്ദേഹം ഉള്ളത് പറഞ്ഞാൽ തീരും. പക്ഷെ ഇത് ചെക്ക് ചെയ്യാതെ ഞാൻ എൻ്റെ മൂഡ് ചിലപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ ആയിപ്പോവും. അല്ലെങ്കിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് എൻ്റെ വൈഫ് വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്ന സമയത്ത് അവൾ ഓഫാക്കിയിട്ട് ഫോൺ അവിടെ വെച്ചു. ഞാൻ അങ്ങോട്ട് തീരുമാനിക്കുകയാണ്, ഇവളിപ്പോൾ ആർക്കായിരിക്കും വാട്സപ്പ് ചെയ്തിട്ടുണ്ടാവുക. യഥാർത്ഥത്തിൽ അവർ എന്നെ കണ്ടപ്പോൾ എനിക്കൊരു ചായ തരാൻ വേണ്ടിയിട്ട് ഫോൺ ഓഫാക്കി അവിടെ വെച്ചതായിരിക്കും. പക്ഷെ ഞാൻ ഇങ്ങനെ റീഡ് ചെയ്യുകയാണെങ്കിൽ അത് മൈൻഡ് റീഡിംഗ് ആണ്, ചെക്ക് ചെയ്യുക. അത് മതി. അന്നത്തെ ദിവസം വേണമെങ്കിൽ എനിക്ക് ഒരുപാട് ആൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അന്നത്തെ ദിവസം എൻ്റെ മൂഡ് മൊത്തം പോകണമെങ്കിൽ അത് മതി. ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓൾ ഓർ നത്തിങ് തിങ്കിങ്. ഞാനൊരു ക്ലാസ് എടുത്താൽ എല്ലാവരും നല്ലത് പറയണം. ആരെങ്കിലും ഒരാള് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുകയാണെങ്കിൽ ഓൾ. അതുപോലെ തന്നെ നമ്മൾ നത്തിങ്. എന്നോട് ആർക്കും സ്നേഹമില്ല, ഞാൻ പറഞ്ഞാൽ ആരും കേൾക്കില്ല. ഞാനൊരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്. ഞാൻ ഒത്തിരി അധ്യാപകർ പറയുന്നത് കേട്ട് ആ ക്ലാസ് പോയിട്ട് കാര്യമില്ല, പറഞ്ഞാൽ ആരും കേൾക്കില്ല, അവിടെ ആരും പഠിക്കൂല. ഇതൊക്കെ ശരിക്ക് ആ ക്ലാസ്സിൽ തന്നെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പഠിക്കുന്നവരുണ്ടാവും, പഠിക്കാത്തവരുണ്ടാവും. പക്ഷെ നമ്മൾ പറയുമ്പോൾ ഒരു സൗകര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ പറയും. ഇതൊക്കെ നമ്മുടെ മൂഡ്. ആ ക്ലാസ്സിൽ ആരും പഠിക്കൂല എന്നുള്ള ചിന്തയിലാണെങ്കിൽ ആ ക്ലാസ്സിൽ പോകുമ്പോൾ തന്നെ ഞാനൊരു പ്രത്യേക മൂഡിലായിരിക്കും കയറുക. ഇങ്ങനെയുള്ള കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് നാലാമത്തെ സ്റ്റെപ്പ്. ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവും, കാരണം ഇത് ചില ആളുകൾക്കെങ്കിലും ഈ വാക്ക് ചിലപ്പോൾ എന്തുണ്ടാവും, ചില കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. നമ്മൾ CBT പഠിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്നുള്ള നിലക്ക് ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. കാരണം ഇത് നമ്മൾ കണ്ടെത്തുന്നതാണ് നാലാമത്തെ സ്റ്റെപ്പ്. അപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിലേ ഇത് കണ്ടെത്താൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. മറ്റൊന്നാണ് ഓവർ ജനറലൈസേഷൻ. നമ്മൾ പരിധിയിലധികം സാമാന്യവൽക്കരിക്കുക, അല്ലെ? അപ്പം ഞാൻ എന്ത് ചെയ്താലും നന്നാവില്ല, അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും തെറ്റിപ്പോവും. ഇങ്ങനെയുള്ള സംഗതികളൊക്കെയും നമ്മൾ ജനറലൈസ് ചെയ്യുക. അതൊക്കെ കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷന്റെ കുറച്ചെണ്ണാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ എന്തെങ്കിലും സംഗതികൾ ഇവര് മൂഡ് നെഗറ്റീവ് ആവുന്നതിന് കാരണമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് നാലാമത്തെ സ്റ്റെപ്പ്. ഇവിടെ എന്തെങ്കിലും ചോദ്യം ആർക്കെങ്കിലും കൂടുതൽ പറയേണ്ടതുണ്ടോ? മോമൻജി, കാറ്റാസ്ട്രോഫൈസിങ് എന്ന് പറയുമ്പോൾ
അത് ചെറിയ എന്തെങ്കിലും ഒരു കാര്യത്തിനെ തന്നെ നമ്മൾ പെരുപ്പിച്ച് 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 അതിനെ ഏറ്റവും എന്താണ് പർവ്വതീകരിച്ച് കാണുക എന്ന് പറയുന്ന ഒരു അതെ, അതല്ലേ? അത് വരുന്നുണ്ട്. ഒരനുഭവത്തിന്റെ പേരിൽ നമ്മൾ അങ്ങേയറ്റത്തെ ദുരന്തം കാണുന്നതും വരുന്നുണ്ട്. ഒരിക്കല് ഞാൻ പരാജയപ്പെട്ടു എന്ന് വിചാരിക്കുക, ഞാൻ പിന്നെ എന്ത് ചെയ്യുമ്പോഴും അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ കാണുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ബ്രെയിനിന്റെ ഒരു സ്വഭാവമാണ് കേട്ടോ. അത് നമുക്ക് സംഭവിച്ചു പോണതാണ്, എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ്. പക്ഷെ അവിടെയാണ് നമ്മൾ മാറ്റം വരുത്താൻ പോകുന്നത്. അങ്ങനെ ഒരു സംഗതി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് 4ാമത്തെ സ്റ്റെപ്പ്. കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ യൂട്യൂബിൽ കയറിയിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ നല്ല വീഡിയോസ് ലഭ്യമാണ്. ശരിക്ക് കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷനെ പറ്റി കൂടുതൽ ആധികാരികമായിട്ട് പറഞ്ഞിട്ടുള്ളത് ആൽബർട്ട് എല്ലിസ് ആണ്. പിന്നെ നമ്മുടെ REBTയുടെ ഉപജ്ഞാതാവ്, റേഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പിയുടെ. കൊഗ്നിറ്റീവ് തെറാപ്പി എന്ന് പറയുന്നത് തന്നെ കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് കറക്റ്റ് ചെയ്യലാണ്, തെറ്റായ നമ്മുടെ ചിന്തകളെ കറക്റ്റ് ചെയ്യുന്ന രീതിയാണ്. അതിനാണ് നമ്മൾ കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്നൊക്കെ സാധാരണഗതിയിൽ പറയുന്നത്. ഈ സ്റ്റെപ്പ് 1 ലേശം സമയമെടുത്ത് പറഞ്ഞത്, ഇത് ചിലർക്ക് ചിലപ്പം ഈ കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്നുള്ള വാക്ക് ഒരല്പം പുതിയതായിരിക്കും എന്നുള്ളത് കൊണ്ട്. ഇതാണ് 4ാമത്തെ സ്റ്റെപ്പ്. 5ാമത്തെ സ്റ്റെപ്പാണ് ഇവാലുവേറ്റ് ദ തോട്ട്. ഇതുവരെ പറഞ്ഞതൊക്കെ നമുക്ക് അസസ്മെന്റിന്റെ ഭാഗമാണ്. ഇനി നമ്മൾ മെല്ലെ അതിന്റെ പ്രോസസ്സിലേക്ക് പോവാണ്. ഇവാലുവേറ്റ് ദ തോട്ട്. നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് എവിഡൻസ് സപ്പോർട്ട് ദിസ് ഐഡിയ. ഉദാഹരണത്തിന് നമ്മൾ എന്ത് ചെയ്തു, ഇപ്പൊ ഞാൻ പറയാണ്, പിന്നെ ഞാനൊരു പ്രസന്റേഷന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ എൻ്റെ സുഹൃത്ത് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, ഞാൻ കണ്ട കേസിൽ ഫസ്റ്റ് 30 മിനിറ്റ്സ് ഞാൻ എന്തായി പോവുകയാണ്, ആകെ കയ്യിൽ നിന്ന് പോവുകയാണ്. അപ്പൊ നമ്മളിവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം ഉള്ളത് എവിഡൻസ് സപ്പോർട്ട് ദിസ് ഐഡിയ. അദ്ദേഹം ഇതുവരെ നാട്ടിലും വിദേശത്തും എടുത്തിട്ടുള്ള ട്രെയിനിങ്ങുകൾ വെച്ചിട്ട് നമ്മളിങ്ങനെ അസസ് ചെയ്ത് നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് എവിടെ വന്നിട്ടുള്ളൂ, പുതിയ സെഷൻസ് വരുമ്പോഴും അതും ഇംഗ്ലീഷിൽ പുതിയ ഓഡിയൻസിന് വരുന്ന സമയത്ത് മാത്രമാണ് ഈ സംഗതികൾ വന്നിട്ടുള്ളത്. അതും എല്ലാ സ്ഥലത്തും വന്നിട്ടില്ല, ചില സ്ഥലത്ത് മാത്രമാണ്. അതുകൊണ്ടാണ് ഇതും ചോദിക്കുന്നത്, നമ്മൾ എവിഡൻസ് അഗെയിൻസ്റ്റ് ദിസ് ഐഡിയ. ഇതിന് അനുകൂലമായ തെളിവും ചോദിക്കും, പ്രതികൂലമായ തെളിവും ചോദിക്കും. അതാ നേരത്തെ ഞാൻ പറഞ്ഞത്. ഇപ്പോ എനിക്ക് വന്ന ഒരു കേസ് ഉണ്ടായിരുന്നു, ഒരു 1.5 കൊല്ലം മുമ്പ് വന്നൊരു കേസാണ്. പുള്ളി പറഞ്ഞു, ഞാൻ എന്ത് സ്വപ്നം കണ്ടാലും അത് ഫലിക്കും, അതുകൊണ്ട് എനിക്ക് പേടിയാണ്. ഒരു ഉദാഹരണം എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ, അദ്ദേഹത്തിന്റെ ഒരു എറണാകുളത്ത് ഒരിക്കല് അദ്ദേഹം ഒറ്റക്ക് താമസിക്കുന്ന സമയത്ത് അദ്ദേഹം കണ്ട സ്വപ്നം, അദ്ദേഹത്തിന്റെ കിടക്കുന്ന റൂമിൽ ഒരു പൂച്ച ചത്ത് കിടക്കുന്ന സ്വപ്നം കണ്ടു. ഈ സ്വപ്നത്തിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ചു നോക്കിയ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഒരു ബന്ധു മരിച്ചു. ഇങ്ങനത്തെ കുറെ തെളിവുകൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ഒരു അസൈൻമെന്റ് കൊടുത്തതാണ്, ഇനി കാണുന്ന സ്വപ്നങ്ങളൊക്കെയും എഴുതി വെക്കാനും അതിന്റെ സംഭവങ്ങളും എഴുതി വെക്കാനാണ്. അങ്ങനെ നമ്മൾ മാസത്തിലൊരിക്കലൊക്കെയാണ് ഈ കാണുക. കാരണം എന്താ വെച്ചാൽ സ്വപ്നം കണ്ടിട്ട് ഇങ്ങനെ വേണമല്ലോ. ഏകദേശം 6 മാസമായപ്പോഴേക്ക് അദ്ദേഹം തന്നെ എന്നെ അങ്ങോട്ട് വിളിക്കാതെ. അങ്ങനെ ഞാൻ അങ്ങോട്ട് വിളിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നല്ല എഡ്യൂക്കേറ്റഡ് ഒക്കെയാണ് ആള്, ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന ആളാണ്. ഈ എനർജി ബേസ്ഡ് ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന ആളാണ്. EFT, അതേപോലെ തന്നെ ഈ എന്താ പറയാ പ്രാണിക് ഹീലിംഗ്, ഇങ്ങനത്തെ ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം തന്നെ 6 മാസം കഴിഞ്ഞ് അങ്ങോട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ എഴുതി വെച്ച് നോക്കിയപ്പോൾ അതിലൊരു 40% ഇപ്പൊ സംഭവിച്ചുള്ളൂ കഴിഞ്ഞ 6 മാസത്തിൽ, മടിയായിട്ടാണ് നിങ്ങളെ വിളിക്കാത്തതെന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യുന്ന പണി. എവിഡൻസ് നമ്മൾ ഇങ്ങനെ ചെയ്യിച്ചു നോക്കുമ്പോൾ അപ്പോഴാണ് അദ്ദേഹത്തിനും മനസ്സിലായത്. കാരണം 10 സ്വപ്നം കണ്ടിട്ടുണ്ടാവും, പക്ഷെ അതിൽ 1 നടന്നാൽ ഈ നടന്നതാ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, എവിഡൻസ് ചോദിക്കുക. എവിഡൻസ് അനുകൂലമായിട്ടുള്ള എവിഡൻസും ചോദിക്കണം, അതുപോലെ തന്നെ പ്രതികൂലമായിട്ടുള്ള എവിഡൻസും ചോദിക്കണം. ഇനി നമ്മൾ ചോദിക്കുന്ന മാജിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇതേ കാര്യം പറയുന്ന ഒരു ഫ്രണ്ടിനോട് നിങ്ങൾ എന്തായിരിക്കും പറയാ? ഉദാഹരണത്തിന് ഇതേ സംഗതി നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ എന്തായിരിക്കും അയാൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഉപദേശം?
ഇവിടെയാണ് ശരിക്കും നമ്മൾ ആലോചിക്കുക, കൃത്യമായിട്ട് നമ്മൾ ആലോചിക്കുക. മിക്ക കേസിലും എനിക്ക് ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യൻ ഒരു പേരും കൂടിയിട്ട് മാജിക്കൽ ക്വസ്റ്റ്യൻ എന്നാണ് നമ്മൾ അതിന് പറയാം. ഈ മാജിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശരിക്കും സൊല്യൂഷൻ ഫോക്കസ്ഡ് തെറാപ്പിയിലാണ് മാജിക്കൽ ക്വസ്റ്റ്യൻ എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത്. CBT മാജിക്കൽ ക്വസ്റ്റ്യൻ എന്നൊന്നുമില്ല. സൊല്യൂഷൻ ഫോക്കസ്ഡ് ബ്രീഫ് തെറാപ്പിയിൽ ഇതിന് പറയുന്ന പേര് മാജിക്കൽ ക്വസ്റ്റ്യൻ എന്നാണ്. നമ്മൾ ഇതൊക്കെ കേട്ട് എവിഡൻസ് ഒക്കെ ചോദിച്ച് അതേപോലെ തന്നെ അനുകൂലമായതൊക്കെ ചോദിച്ച് അവസാനം നമ്മൾ പറയുന്നത് ഇതുപോലൊരു സംഗതി നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളോട് വന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്തായിരിക്കും പറയുക? മിക്കവാറും നമ്മൾ ഇതിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ അയാളെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിൽ, അയാൾക്ക് ഗുണം കിട്ടുന്ന രൂപത്തിൽ ഒരു ഉപദേശമായിരിക്കും എല്ലാവരും കൊടുക്കുക. ഇത് പറഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ മെല്ലെ അയാളുടെ ചിന്ത ശരിക്കും ഓക്കെ, മറ്റൊരാളോട് ഞാൻ ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ എൻ്റെ കാര്യത്തിലും ഇത് ശരിയാവില്ലേ എന്നുള്ള ചിന്ത വരാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. 6ാമത്തെ സ്റ്റെപ്പ് ജനറേറ്റ് ബാലൻസ്ഡ് തോട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ഇവാലുവേറ്റ് ചെയ്തു. ഇതിന് നമ്മൾ REBT പറയാം. നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഡിസ്പ്യൂട്ട് എന്നുള്ള വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മൾ ഡിസ്പ്യൂട്ട് ചെയ്യുക, തർക്കിക്കുകയാണ് ചെയ്യുന്നത്. ജനറേറ്റ് ബാലൻസ്ഡ് തോട്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് റിയലിസ്റ്റിക് ഓൾട്ടർനേറ്റീവ്. നമ്മൾ അയാളോട് തന്നെ ചോദിക്കുകയാണ്, നിങ്ങളുടെ അനുഭവത്തിൽ യഥാർത്ഥത്തിൽ പിന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി മുതൽ നമ്മുടെ ചിന്തയിൽ എന്ത് മാറ്റാണ് വരുത്താൻ പറ്റുക? ഏത് തരത്തിലുള്ള മാറ്റമായിരിക്കും നമുക്ക് വരുത്താൻ പറ്റുന്നത്? നിങ്ങൾ ഇതുവരെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു, നമ്മൾ ബാലൻസ് ചെയ്ത് നോക്കി. അപ്പോഴൊക്കെ നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നേരത്തുള്ള ഡിസ്റ്റോർഷന് പകരം കുറച്ചുകൂടി ഓക്കെ ആയിട്ടുള്ളൊരു തോട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് യഥാർത്ഥത്തിൽ ഡിസ്കംഫർട്ടബിൾ ആണ്. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ കേസിൽ അദ്ദേഹത്തിന് ആദ്യത്തെ 30 മിനിറ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല എന്നുള്ള ചിന്ത യഥാർത്ഥത്തിൽ ഡിസ്കംഫർട്ടബിൾ ആണ്. അത് അദ്ദേഹത്തിന്റെ ഉറക്കം കളയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ ഇതാക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇതിനെ മാനേജ് ചെയ്തൊരു രീതി കൂടി ഉണ്ട്. അപ്പൊ അദ്ദേഹവും ഞാനും കൂടി ഡിസ്കസ് ചെയ്ത് എത്തിയ ഒരു രീതി, ആദ്യത്തെ 15 മിനിറ്റ് പരമാവധി സംസാരം ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നമുക്കൊരു ക്വസ്റ്റ്യനെയർ ഉപയോഗിക്കുക, ഒരു ആക്ടിവിറ്റി ഉപയോഗിക്കുക, ഒരു ഗെയിം ഉപയോഗിക്കുക. ഇദ്ദേഹം അത് ഉപയോഗിച്ച് തുടങ്ങി. ഇപ്പൊ ഒരു 15-20 മിനിറ്റ് വരുന്ന ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു ഐസ് ബ്രേക്കിംഗ് ആക്ടിവിറ്റി, അവിടെ അദ്ദേഹത്തിന് ഒറ്റ കാര്യം ചെയ്താൽ മതി. സ്ക്രീനിൽ ഒരു സജഷൻസ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്താൽ മതി? കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രം പറഞ്ഞാൽ മതി, ബാക്കി മുഴുവൻ പാർട്ടിസിപ്പേറ്റ്സ് ചെയ്യുക. ഇപ്പൊ ഒരു 15-20 മിനിറ്റ് ആകുമ്പോഴത്തേന് അദ്ദേഹം കംഫർട്ടബിൾ ആവും. അങ്ങനെ 1-2 ട്രെയിനിങ് എടുത്തതോടുകൂടി അദ്ദേഹം എന്ത് ചെയ്തു? ഇതിനെ മറികടക്കാൻ പഠിച്ചു. പക്ഷെ അതിൻ്റെ മുമ്പ് നമ്മൾ ഈ പ്രോസസ്സിലൂടെ പോയി. പുള്ളി ആദ്യത്തെ അരമണിക്കൂർ സംസാരിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് ഇവൻ ഒരു പുതിയ ഓഡിയൻസ് ആണെങ്കിൽ അദ്ദേഹത്തിന് മറ്റൊരു ഐഡിയ കൂടി കിട്ടി. അവിടെ ഐസ് ബ്രേക്കിങ്ങിന്റെ സാധ്യത കൂടുതലാണ്. കാരണം അദ്ദേഹത്തിനും അവർക്ക് അറിയില്ല. അപ്പൊ നമ്മൾ തമ്മിൽ മുന്നോട്ട് പോകണമെങ്കിൽ നല്ലൊരു പരിചയം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 15 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യനെയർ അവരോട് ചെയ്യിക്കാം. അതല്ലെങ്കിൽ ഒരു ഐസ് ബ്രേക്കിംഗ് ആക്ടിവിറ്റി അവരോട് ചെയ്യിപ്പിക്കാം. അതുമല്ലെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കാം. അപ്പൊ ഇതിന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ആക്ടിവിറ്റി ഉണ്ട്, കാരണം കുറെ കാലമായിട്ട് പോകുന്ന ട്രെയിനർ ആയതുകൊണ്ട്. ഈ ഒരു ഐഡിയ കിട്ടിയതോടുകൂടി അദ്ദേഹം എന്ത് ചെയ്തു? കംഫർട്ടബിൾ ആണ്. കാരണം മറ്റേ ചിന്ത കൊണ്ട് നടക്കുന്നത് ഡിസ്കംഫർട്ട് ആണ് എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യം വന്നു. അപ്പൊ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാലൻസ്ഡ് തോട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും നമ്മൾ ചെറിയ ചോദ്യത്തിലൂടെ, ചെറിയ ഓപ്ഷൻസ് ഇട്ടുകൊണ്ട്. ഇങ്ങനെ 3-4 ഓപ്ഷൻസ് ഞാൻ പറഞ്ഞിട്ട് ഇതിൽ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ളത് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ചെയ്തത്. നമ്മളവിടെ ഒരു ബാലൻസ്ഡ് തോട്ട്, ഓക്കെ ഇതിനെ എനിക്ക് മറികടക്കാൻ പറ്റുമെന്നുള്ളൊരു തോട്ട് അദ്ദേഹത്തിൽ ജനറേറ്റ് ചെയ്തു. അതാണ് 6ാമത്തെ സ്റ്റെപ്പ്. സോ പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഇതാണ്. ഡിസ്കംഫർട്ടബിൾ ആണ്, മുമ്പ് മാനേജ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ കേസ് തന്നെ പറയുകയാണെങ്കിൽ മുമ്പ് മാനേജ് ചെയ്തിട്ടുണ്ട്. പുതിയ കാലത്ത് പുതിയ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വരുന്ന, ഒരു 5 മിനിറ്റ് വരുന്ന വീഡിയോ പ്ലേ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡിസ്കഷൻ ആക്കിയാലും അദ്ദേഹത്തിന് 15 മിനിറ്റ് മാനേജ് ചെയ്യാൻ പറ്റും. 7ാമത്തത് ചൂസ് മൂഡ് ഷിഫ്റ്റിംഗ് ബിഹേവിയേഴ്സ്. എന്നിട്ട് നമ്മൾ പിന്നെന്ത് ചെയ്യുന്നു? നമ്മുടെ മൂഡ് ഡിസൈനിങ്ങിലേക്ക് വരികയാണ്. ഇതുവരെ ചെയ്തത്
പക്ക CPT വർക്കാണ്. നമ്മൾ തോട്ടിനെ മാറ്റുന്ന പക്ക CPT വർക്കാണ് നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ അതിൻ്റെ തെറാപ്യൂട്ടിക് സൈഡിലേക്ക് വരികയാണ്. ചൂസ് മൂഡ് ഷിഫ്റ്റിംഗ് ബിഹേവിയേഴ്സ്. ഉദാഹരണത്തിന് ബ്രീത്തിങ് എക്സസൈസ്. നമുക്ക് മൂഡ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന, സാധാരണ നമ്മളൊക്കെ ചെയ്യാറുള്ളതാണല്ലോ, വല്ലാതെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ദീർഘ ശ്വാസം എടുത്താൽ തന്നെ നമ്മൾ നോക്കിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ബ്രീത്തിങ് എക്സസൈസ് പഠിപ്പിച്ചു കൊടുത്തു. ഞാൻ നിങ്ങളെ മുമ്പ് മറ്റു വർക്ക്ഷോപ്പിൽ പങ്കെടുത്തവർക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള 4+4+8+4 ബ്രീത്തിങ് പാറ്റേൺ ആണ് അദ്ദേഹത്തിന് ഞാൻ പഠിപ്പിച്ചു കൊടുത്തത്. ബ്രീത്തിങ് എക്സസൈസ് എന്നുള്ളത് നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് ബ്രീത്തിങ് എക്സസൈസ് തന്നെ ഇഷ്ടം പോലെ ബ്രീത്തിങ് എക്സസൈസുകൾ കിട്ടാനുണ്ട്. പിന്നെ അതിലെ സ്റ്റെപ്പുകൾ വേണമെങ്കിൽ ഗൂഗിളിൽ കയറിയിട്ട് നമുക്ക് അതിൻ്റെ അടിച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പുകൾ അടക്കം കിട്ടും. ബ്രീത്തിങ് എക്സസൈസ് ഏതെങ്കിലും ഒരു ബ്രീത്തിങ് എക്സസൈസ് മൂഡ് ഷിഫ്റ്റിങ്ങിന് സഹായിക്കും. മൂവ്മെന്റ്, ബ്രെയിൻ ജിമ്മുകൾ, അതേപോലെ ബ്രെയിൻ ഡാൻസുകൾ, ഫിസിക്കൽ എക്സസൈസ് ഒക്കെ തന്നെ എന്ത് ചെയ്യും വെച്ചാൽ ഇതിനെ ഇതാക്കും. ഒരർത്ഥത്തിൽ ഇവരെ കൊണ്ട് 15 മിനിറ്റ് നമ്മൾ ഇത്തരത്തിൽപ്പെട്ട ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് കൂടി മൂവ്മെന്റ് ഉണ്ടാവുന്ന തരത്തിലാവുമ്പോൾ അത് കൂടുതൽ ഇഫക്റ്റീവ് ആവും. അതുപോലെ ടാസ്ക് കംപ്ലീഷൻ, ഏതെങ്കിലും നമ്മളൊരു ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യുക. അതാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെയ്തത്. ഒരു ക്വസ്നെയർ ചെയ്യിക്കുക, അങ്ങനെ ഇഷ്ടം പോലെ. പിന്നെ ക്വസ്നെയർ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ ഒരു ഐസ് ബ്രേക്കിംഗ് ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ മൂവ്മെന്റ് ചെയ്യിപ്പിക്കുക. ഇങ്ങനെ ഒരു ടാസ്ക് കംപ്ലീഷൻ, മൂഡ് ഷിഫ്റ്റിംഗ് ബിഹേവിയേഴ്സ്. ഇത് പേഴ്സണൽ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ എക്സസൈസ് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം. ഇത്തരത്തിൽ മൂഡ് ഷിഫ്റ്റിംഗ് ബിഹേവിയേഴ്സ് നമുക്ക് ചെയ്യാം. സോഷ്യൽ കണക്ഷൻ, നല്ലൊരു ഫ്രണ്ടിനെ കാണാൻ പോവാം, നല്ലൊരു സോഷ്യൽ ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാം. ഇങ്ങനെ മൂഡ് ഷിഫ്റ്റിംഗ് ബിഹേവിയേഴ്സ്. എനിക്ക് ലോ മൂഡ് ഫീൽ ചെയ്യുകയാണെങ്കിൽ, എനിക്ക് പിന്നെ ബുദ്ധിമുട്ടുള്ള മൂഡാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ, ഇതിലേതെങ്കിലും ചെയ്തിട്ട് എനിക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇവിടെ മുതലാണ് നമ്മൾ ശരിക്ക് CBT ബേസ്ഡ് മൂഡ് ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടിയായിരുന്നു കഴിഞ്ഞ 6 സ്റ്റെപ്പുകളും. 8ാമത്തെ സ്റ്റെപ്പാണ് റീറേറ്റ് മൂഡ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ മൂഡ് വീണ്ടും റേറ്റ് ചെയ്യിച്ചു വെക്കും. എഗെയിൻ 0 to 10. അപ്പൊ അയാൾക്ക് ബോധ്യപ്പെടും, ഇത്രയും കാര്യത്തിലൂടെ ഞാൻ കടന്നു പോയ സമയത്ത് എൻ്റെ മൂഡിൽ നേരത്തെ ഉണ്ടായതിൽ നിന്ന് ഒരു പോയിന്റെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളത് ആൾക്ക് ബോധ്യപ്പെടും. നമുക്ക് സെഷന്റെ ഭാഗമായി തന്നെ ബോധ്യപ്പെടും. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട്, ഈ സെഷൻ കഴിഞ്ഞിട്ട്, പുള്ളിയുടെ ഒരു സെഷൻ കഴിഞ്ഞിട്ട് പുള്ളിക്ക് എന്താണോ ബുദ്ധിമുട്ടുള്ളത് അത് ചെയ്ത് നോക്കിയിട്ട് നമുക്കിത് റേറ്റ് ചെയ്താൽ മനസ്സിലാവും. അപ്പൊ റേറ്റ് മൂഡ് എന്നുള്ളതാണ്. അപ്പൊ ഇമോഷണൽ ഷിഫ്റ്റ് നമ്മൾ നോട്ടീസ് ചെയ്യാൻ ആവശ്യപ്പെടും. എന്തൊക്കെ ഇമോഷണൽ ഷിഫ്റ്റ് ആണ്, എന്തൊക്കെ വൈകാരികമായ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഷിഫ്റ്റാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യുന്നത് 9ാമത്തെ സ്റ്റെപ്പിൽ റീഇൻഫോഴ്സ്മെന്റ് ആണ്. നമ്മൾ അതിനെ റീഇൻഫോഴ്സ് ചെയ്യും. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ സ്ട്രോക്ക് കൊടുത്തിട്ട് അക്നോളജ് എഫേർട്ട്. നമ്മൾ അയാളോട് പറയുന്നത്, ഇപ്പൊ എൻ്റെ ഈ ക്ലയന്റിനോട് ഞാൻ പറഞ്ഞത്, ഇപ്പൊ നിങ്ങൾ ഒരു സെഷൻ കഴിഞ്ഞ് അദ്ദേഹം അനുഭവം പറഞ്ഞ സമയത്ത് ഞാൻ അതിനെ അക്നോളജ് ചെയ്തു. യു ഡിഡ് ഇറ്റ് വെൽ. ഇതാണ് അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്കത് സാധിക്കും. കാരണം നിങ്ങൾ ഒരു വെൽ നോൺ ട്രെയിനറാണ്. ഒരുപാട് ട്രെയിനിങ്ങുകൾ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ അതിനായിട്ട് റീഇൻഫോഴ്സ് ചെയ്യാണ് ചെയ്യുക. പോസിറ്റീവ് സ്ട്രോക്ക് കൊടുത്തിട്ട് റീഇൻഫോഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. നോട്ടീസ് വാട്ട് ഹെൽപ്ഡ് മോസ്റ്റ്. നമ്മൾ അയാളോട് ചോദിക്കുന്ന ചോദ്യതാണ്, ഇങ്ങനെ ചെയ്തപ്പോൾ എന്താണ് നിങ്ങളെ ഏറ്റവും നന്നായിട്ട് സഹായിച്ചത്? ഇപ്പം എൻ്റെ ക്ലയൻറ്റ് എന്നോട് പറഞ്ഞത്, അവർ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കെ എനിക്കൊരു ബ്രീത്തിങ് സ്പേസ് കിട്ടും എന്നുള്ളതാണ്. അതായത് അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ കുറച്ച് നേരം എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് നിൽക്കാനും, അതുപോലെ തന്നെ ഒരു ഗ്രൗണ്ടിൽ ഒരിത് കിട്ടാനും സഹായകമാവുന്നതാണ്. നമ്മൾ സാധാരണഗതിയിൽ കണ്ടിട്ടില്ലേ, കളിക്കാരൊക്കെ ഈ ഫുട്ബോൾ കളിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഗ്രൗണ്ടിലൂടെ ഒരു 4 ഓട്ടം ഓടി, 1-2 ചാട്ടമൊക്കെ ചാടി ഒന്ന് വാമപ്പ് ചെയ്തിട്ടാണ് ഗ്രൗണ്ടിലേക്ക് വരിക. അല്ലെങ്കിൽ ക്രിക്കറ്റിൽ ബൗൾ ചെയ്യാൻ പോകുന്ന സമയത്ത് ഗ്രൗണ്ടിന്റെ പുറത്തുനിന്ന് ഒരു ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് എറിഞ്ഞ് പിടിച്ചിട്ടാണ് അവർ ബൗൾ ചെയ്യാൻ പോവുക. മീൻസ് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒന്ന് മൈൻഡ് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെ സഹായിച്ച രീതികൾ അവർ ഉപയോഗിക്കുന്നത് പോലെ
ഓരോ കേസിലും എന്താണ് നമ്മളെ സഹായിച്ചത് അത് റിപ്പീറ്റ് ചെയ്യാനാണ് റീഇൻഫോഴ്സ്മെന്റിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇത്രയുമാണ് നമുക്ക് മൂഡ് ഡിസൈനിങ്ങിന്റെ 9 സ്റ്റെപ്പുകൾ. അപ്പൊ അടുത്ത മോഡ്യൂള് നമുക്ക് തുടങ്ങി വെക്കാം. അതിനു മുമ്പ് എനി ക്വസ്റ്റ്യൻസ് റിഗാർഡിങ് ദിസ്. നമുക്ക് 10 സെഷൻ ആണെങ്കിൽ ഒരു 11 സെഷൻ വേണ്ടി വരും കേട്ടോ. കാരണം ഈ ആക്ടിവിറ്റീസ് ആവുന്ന സമയത്ത് നമുക്കൊരു ഇത്തിരി സ്ലോയിലായിരിക്കും പോവുക. പ്രത്യേകിച്ച് നിയാസ് ഭായ് തുടക്കത്തിൽ തന്നെ ആക്ടിവിറ്റി ചെയ്യരുത് എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ പിന്നെ ആക്ടിവിറ്റീസ് ഒക്കെ ഇനി അവസാന ഭാഗത്തേക്കായിരിക്കും നമ്മൾ പോകുക. മിഡിലായിരിക്കും നമുക്ക് ആക്ടിവിറ്റീസ് വരുന്നത് ഇന്ന് ചെയ്തതുപോലെ തന്നെ. അപ്പോൾ എനി ക്വസ്റ്റ്യൻസ് അബൌട്ട് മൂഡ് ഡിസൈൻ. ഇതിന് സമാനമായ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് നോട്ടിൽ കിട്ടും. അത് ഇതാണ്, മൈൻഡ്ഫുൾനെസ് ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് മൂഡ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു പക്ക തെറപ്പി മെത്തേഡ് തന്നെയാണ് CBTൻ്റെത്. മൈൻഡ്ഫുൾനെസ് കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് സെൽഫായിട്ട് ചെയ്യുന്നത്. അത് സെൽഫ് പിന്നെ എന്താ പറയുക എക്സ്പ്ലനേറ്ററി ആയതുകൊണ്ട് നോട്ടായിട്ട് തരാം. ഇപ്പം എന്തെങ്കിലും ചോദ്യങ്ങൾ? സർ, ആറാമത്തെ ജനറേറ്റ് ബാലൻസ് തോട്ട്, അത് ആ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞുതരും. എന്താണ് റിയലിസ്റ്റിക്? അത് എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല. ഓക്കെ, 6ാമത്തെ പോയിന്റാ പറഞ്ഞത് അല്ലേ, ആ ജനറേറ്റ് ബാലൻസ്ഡ് തോട്ട്. ഓക്കെ, ഇതാണ് ആ പോയിന്റ്. നമ്മൾ ബാലൻസ്ഡ് തോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാരണസഹിതം, നമുക്കറിയാലോ ഏതൊരു സംഗതിക്കും ഒരു കാരണം വേണം, ഒരു എവിഡൻസ് വേണം. എവിഡൻസ് ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ തോട്ടിനെ ബാലൻസ് ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ പറഞ്ഞത് റിയലിസ്റ്റിക് ഓൾട്ടർനേറ്റീവ്. നമ്മൾ ഇതുവരെ തെളിവില്ലാതെ കൊണ്ട് നടന്ന ഒരു ചിന്തക്ക് പകരം തെളിവോട് കൂടിയുള്ള ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കുന്ന സ്റ്റെപ്പാണ്. അവിടെയാണ് നമ്മൾ നേരത്തെ ചോദിച്ച കുറെ ചോദ്യങ്ങളൊക്കെ വരുന്നത്. ഇതിന് അനുകൂലമായ തെളിവെന്താണ്, ഇതിനെതിരായ തെളിവെന്താണ്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഒരു ബാലൻസ്ഡ് തോട്ട് മീൻസ് കാരണമുള്ള എവിഡൻസ് ഉള്ള ഒരു തോട്ട്, സയന്റിഫിക് ആയ ഒരു തോട്ട് സെറ്റ് ചെയ്യുന്നതാണ്. കാരണം നമുക്ക് ഈ നിലവിലുള്ള തോട്ട് ഡിസ്കംഫർട്ടബിൾ ആണ്. പണ്ട് നമ്മൾ മാനേജ് ചെയ്ത രീതികൾ അത് പോസിറ്റീവ് ആണെങ്കിൽ അത് തുടരുകയും, ഇല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയ ഒരു തോട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയും ചെയ്യും. റിയലിസ്റ്റിക് തോട്ട് എന്ന് പറയുന്ന സമയത്ത് യാഥാർത്ഥ്യ ബോധത്തോട് കൂടിയുള്ള എവിഡൻസോട് കൂടിയുള്ള ഒരു തോട്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ആ സ്വപ്നത്തിന്റെ കഥ പറഞ്ഞത്. അത് എഴുതിച്ച് നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. 6 മാസത്തോളം സമയമെടുത്തുകൊണ്ട് എഴുതിച്ച് നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, ഓക്കെ, ഞാൻ ഈ വിചാരിച്ചതല്ല, എനിക്ക് കാണുന്ന എല്ലാ സ്വപ്നങ്ങളും ഫലിക്കുന്നില്ല. പിന്നെ അദ്ദേഹത്തോട് ചില സുഹൃത്തുക്കളോട് സംസാരിച്ച് നോക്കിയപ്പോഴും ചില സ്വപ്നങ്ങൾ ചിലർക്ക് ഫലിക്കുന്നുണ്ട്, പക്ഷെ എല്ലാ സ്വപ്നങ്ങളും ഫലിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. ഇതിനെയാണ് നമ്മൾ ബാലൻസ്ഡ് തോട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, യെസ് സർ. ഓക്കെ, ഫൈൻ ഫൈൻ. മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? നല്ലൊരു ആക്ടിവിറ്റിയാണ് ഇത്. സെൽഫായിട്ടും ചെയ്യാൻ പറ്റും, സെയിം ടൈമിൽ നമുക്ക് ഒരു ക്ലയന്റിനും ചെയ്തു കൊടുക്കാൻ പറ്റും. മൂഡ് ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെയാണ് നമ്മൾ മൂഡ് ഡിസൈൻ ചെയ്യുന്നത്. കാരണം മൂഡ് നമ്മുടെ തോട്ടുമായിട്ട് കണക്റ്റഡ് ആണ്. അതിന്റെ കണക്ഷൻ എങ്ങനെയാണ്? തോട്ട്, ഫീലിംഗ്, ബിഹേവിയർ. തോട്ട് ഫീലിംഗ് ഉണ്ടാക്കും, ഫീലിംഗ് ചില പെരുമാറ്റങ്ങൾ ഉണ്ടാക്കും, ആ പെരുമാറ്റങ്ങൾ തോട്ടിനെ റീഇൻഫോഴ്സ് ചെയ്യും, ആ തോട്ട് വീണ്ടും ഫീലിംഗ് ഉണ്ടാക്കും, ഫീലിംഗ് എന്താണ് CBTയുടെ സൈക്കിൾ. അതാണ് ഈ 3 തമ്മിലുള്ള ഒരു ഇന്റർ കണക്ഷനാണ് ശരിക്ക് നമ്മുടെ ഫീലിംഗിന്റെയും തോട്ടിന്റെയും ഒക്കെ അടിസ്ഥാനം. ഇത് സെൽഫായിട്ട് ചെയ്യുമ്പോ സാറേ ഇത് നമ്മളോട് തന്നെ ചോദിക്കാം അല്ലെ? യെസ്, നമ്മൾ തന്നെ തെളിവുകൾ എഴുതി വെച്ചിട്ട് ചെയ്യാം. നമ്മൾ തന്നെ തെളിവുകൾ എഴുതി വെച്ചിട്ട് ചെയ്യാം. നമ്മുടെ അനുഭവങ്ങൾ എടുക്കുക, നമ്മുടെ ജീവിതത്തിൽ ഇത് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നോട്ട് ചെയ്ത് നോക്കുക. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഉണ്ടല്ലോ, വൈഫ് വേക്കെന്ന് വിളിച്ചാൽ അവിടെ ഞാനൊരു 4-5 തവണ നോട്ട് ചെയ്ത് വെച്ചാൽ പ്രശ്നം തീരും. കാരണം എനിക്ക് മനസ്സിലാവും പലപ്പോഴും കാര്യങ്ങൾ അപ്പോഴും നടന്നിട്ടുണ്ടെന്ന്.
പക്ഷെ നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടർമാരെടുത്ത് പോണ മാതിരിയാണ്. നല്ല ഡോക്ടറുടെ പേരെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ഇത്ര കേസ് പരാജയപ്പെട്ടു എന്ന് നമ്മൾ ആരും ചിന്തിക്കാറില്ല. സുഖപ്പെട്ട വിവരങ്ങൾ മാത്രമേ നമ്മൾ അറിയുള്ളൂ. അത് നമ്മുടെ ബ്രെയിനിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് അതിനെ വയലേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാണ് ചെയ്യുന്നത്, ഡിസ്പ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഈ CBT ടെക്നിക്ക് എടുക്കാൻ കാരണം ഇത് ഫലപ്രദമാണ്, പല കേസിലും പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഇത് കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്ങിന്റെ എന്താണ് ഇന്റഗ്രൽ ഓപ്റ്റിമിസം മോഡലാണ്. തെറപ്പിയിൽ ഇതിന് കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്ങിന്റെ ഇതിന്റെ കുറെ ഭാഗം തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, മറ്റ് ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത മോഡ്യൂൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. അടുത്ത ക്ലാസ്സിലായിരിക്കും നമ്മളത് കംപ്ലീറ്റ് ചെയ്യുക. കാരണം പിന്നെ നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് മോഡ്യൂളിലേക്കാണ് നമ്മൾ പോകുന്നത്. കുറച്ചുകൂടിയൊക്കെ സയന്റിഫിക് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞതിൻ്റെ ഒരു സയന്റിഫിക് ബേസും കൂടി നമ്മൾ പിന്നെ ഏറ്റവും പുതിയ ന്യൂറോ സയൻസ് പഠനങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഒന്ന് തുടങ്ങി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ആ 6ാമത്തെ മോഡ്യൂൾ തുടങ്ങേണ്ടതുള്ളത് കൊണ്ട് തുടങ്ങി. ന്യൂറോ സയൻസ് ആൻഡ് ഇന്റഗ്രൽ ഓപ്റ്റിമിസം ഇനീഷ്യേറ്റീവ് ആണ്. നമ്മുടെ ബ്രെയിൻ സയൻസും ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ ചില പിന്നെ സംഭാവനകളും കൂടി നമ്മൾ എടുത്തുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു മോഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് നമ്മൾ ബെസ്റ്റ് യൂസ് ഓഫ് മെന്റൽ എനർജി, നമ്മുടെ പർപ്പസ് ഇതാണ്. നമ്മുടെ മെന്റൽ എനർജി നമ്മൾ ഏറ്റവും നന്നായിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുക സയന്റിഫിക് ആയിട്ട്. കാരണം എന്നിലും നിങ്ങളിലും ഒക്കെ ധാരാളം മാനസിക ഊർജം, നമുക്കറിയാലോ എല്ലാം ഊർജമാണെന്നുള്ളത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഊർജം നശിപ്പിക്കാനും പറ്റൂല, ഊർജം ഉണ്ടാക്കാനും പറ്റൂല. പക്ഷെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ കാഴ്ചപ്പാട് ഇതാണ്. നെഗറ്റീവ് ഫോമിലുള്ള ഊർജത്തെ പോസിറ്റീവ് ഫോമിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റുന്നുള്ളതാണ്. അപ്പം എനർജി നീദർ ഡിസ്ട്രോയിഡ് നോർ ക്രിയേറ്റഡ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതിനെ നശിപ്പിക്കാനും പറ്റൂല, അതിനെ ഉണ്ടാക്കാനും പറ്റൂല. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റാനാണ് പറ്റുക. അപ്പൊ എങ്ങനെയാണ് നമ്മളുടെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, അപ്പൊ നമ്മൾ പറഞ്ഞത് അതാണല്ലോ, നെഗറ്റീവ് ഇമോഷൻസിനെ, അതുപോലെ നെഗറ്റീവ് എനർജിയെ നമുക്ക് പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ന്യൂറോ സയൻസിന്റെ എന്താണ് സയന്റിഫിക് എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ ഈ മോഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ബെസ്റ്റ് യൂസ് ഓഫ് മെന്റൽ എനർജി എന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ക്രിയേറ്റീവ് പൊട്ടൻഷ്യൽ ഓഫ് ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിന് നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്റ്റോർഷൻസ് ഉണ്ട്, ബയാസ് ഉണ്ട്. ബ്രെയിന് നമ്മളെ നന്നായിട്ട് പറ്റിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിനിന്റെ പ്രധാന പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇന്റഗ്രൽ ഓപ്റ്റിമിസം പഠിച്ച് ട്രെയിനർ ആവലല്ല, ഇന്റഗ്രൽ ഓപ്റ്റിസം പഠിച്ച് തെറാപ്പി ചെയ്യലല്ല, അല്ലെങ്കിൽ CBT പഠിച്ചിട്ട് നിങ്ങൾ തെറാപ്പി ചെയ്തിട്ട് സൈക്കോളജിസ്റ്റ് ആയിട്ട് മാറിയിട്ട് പൈസ ഉണ്ടാക്കലല്ല. ബ്രെയിനിന്റെ ഇവല്യൂഷണറി സയൻസ് നോക്കുമ്പോൾ അതിന്റെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സർവൈവലാണ്. ഹാർട്ടിനെ മതിയായിക്ക് പ്രവർത്തിപ്പിച്ച്, അതേപോലെ തന്നെ ശ്വാസകോശത്തെ മര്യാദയ്ക്ക് പ്രവർത്തിപ്പിച്ച് നമ്മുടെ ജീവൻ നിലനിർത്തി പോവലാണ്. അതിൻ്റെ കൂടെ നമ്മുടെ കൊഗ്നിറ്റീവ് ബ്രെയിന് ഡെവലപ്പ് ചെയ്തപ്പോൾ നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാ പണിയാണ് വായിക്കല്, പഠിക്കല്, എക്സസൈസ് ചെയ്യല്, അതേപോലെ തന്നെ പരീക്ഷ എഴുതല്, ജോലി ചെയ്യല്. അപ്പോഴാണ് നമുക്ക് മടുപ്പ് വരുന്നത്. അപ്പൊ മടുപ്പ് വരുത്തുക എന്നുള്ളത് ബ്രെയിനിന്റെ സ്വാഭാവികമായ ഒരു പ്രവൃത്തിയാണ്. അതിന് വേണ്ടിയിട്ട് നെഗറ്റീവ് ഇമോഷൻ ഉണ്ടാക്കും, മടി ഉണ്ടാക്കും, നാളെ ചെയ്യാന്ന് പറയും. ഇതൊക്കെ ബ്രെയിന് നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കും അങ്ങനെ തന്നെയാണ്. എക്സ്ട്രാ പണി തന്നാൽ അതെങ്ങനെ ഒഴിവാക്കാന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുക, അല്ലെ? ഒരു എക്സ്ട്രാ പണി തന്നാൽ എങ്ങനെ ഒഴിവാക്കാന്നുള്ളത് നിർവാഹമില്ലെങ്കിലേ നമ്മളത് ചെയ്യൂ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരുന്ന മാതിരിയാണ്. പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഫുഡ്, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ, നേരെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ പോയിട്ട് ഫുഡ് വാങ്ങിയിട്ട് രക്ഷപ്പെടുന്നത് പോലെ തന്നെ നമ്മുടെ ബ്രെയിനും എളുപ്പ വഴിയാണ് നോക്കുക. പക്ഷേ ബ്രെയിനിനെ നമ്മൾ ബോധപൂർവം പഠിപ്പിച്ചെടുത്താൽ ഇതിനെ മറികടക്കാൻ പറ്റുമെന്നുള്ളതാണ്
അതുകൊണ്ട് തന്നെ നെഗറ്റീവ് എനർജിയെ പോസിറ്റീവ് എനർജി ആക്കാൻ ഒത്തിരി വഴികളുണ്ട്. അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ടെക്നിക്കും നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മോഡ്യൂളിൻ്റെ അവസാനത്തിൽ നമ്മൾ പരിശീലിക്കും. ക്രിയേറ്റീവ് പൊട്ടൻഷ്യൽ ഓഫ് ദ ബ്രെയിൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബ്രെയിൻ പവർ എന്ന് പറയുന്നത് വി ആർ ഇൻ എൻ ഇറ ഓഫ് ന്യൂറോ കൾച്ചർ. നമ്മളിപ്പോൾ ജീവിക്കുന്നത് ന്യൂറോ കൾച്ചറിൻ്റെ ഒരു ഏജിലാണ്. കൃത്യമായി പറഞ്ഞാൽ 1990s മുതൽ ആണ് ബ്രെയിനിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ത്വരിതഗതിയിലുള്ള പഠനങ്ങൾ വരുന്നതും പലതും നമുക്ക് ഇന്ന് കാണുന്ന രീതിയിലേക്ക് വിശദമായിട്ട് പഠിക്കാൻ പറ്റിയതും. പ്രത്യേകിച്ചും FMRI പോലുള്ള ടെക്നിക്കുകൾ, ഫങ്ഷണൽ MRI പോലുള്ള ടെക്നിക്കുകൾ, അതേപോലെ തന്നെ നമുക്ക് പെറ്റ് സ്കാൻ പോലുള്ള സംഗതികൾ, ഇതൊക്കെ നമ്മൾ ഇന്ന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന സംഗതികളാണല്ലോ. ഇതുവഴിയൊക്കെ നമുക്ക് ബ്രെയിനിനെ പറ്റി കൂടുതൽ പഠിക്കാൻ പറ്റിയപ്പോൾ നമുക്ക് ബ്രെയിനിൻ്റെ പവർ കൃത്യമായിട്ട് നമ്മുടെ എനർജി ഷിഫ്റ്റിങ്ങിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സ്റ്റിമുലേറ്റ് അവർ ന്യൂറോൺസ് ടു ലിബറേറ്റ് അവർ ക്രിയേറ്റീവ് പൊട്ടൻഷ്യൽ എന്നുള്ളതാണ്. നമ്മുടെ ന്യൂറോണുകളെ നമുക്ക് ലിബറേറ്റ് ചെയ്യാൻ പറ്റും, സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും, അതുവഴി ലിബറേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മുടെ ക്രിയേറ്റീവ് നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ബ്രെയിനിൻ്റെ പവർ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇൻ്റഗ്രൽ ഓപ്റ്റിമിസം നമ്മളെ പഠിപ്പിക്കുന്നത്. ന്യൂറോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ക്രിയേറ്റീവ് പൊട്ടൻഷ്യൽ മാക്സിമം പുറത്തെടുക്കാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ടത് ട്രെയിനിങ് അവർ ഫ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ടു ക്രിയേറ്റ് ഹാബിറ്റ്സ് എന്നുള്ളതാണ്. നമ്മൾ മുമ്പ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന മോഡ്യൂള് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു സംഗതി ഇവിടെ ഓർക്കണം. അന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ടൈനി ചേഞ്ചസ്, ചെറിയ മാറ്റങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരികയാണെങ്കിൽ ബ്രെയിനിന് ത്രെട്ട് അനുഭവപ്പെടില്ല. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരികയാണെങ്കിൽ അറിയാതെ ബ്രെയിൻ അതെന്ത് ചെയ്തോളും എന്ന് ചോദിച്ചാൽ ആക്സെപ്റ്റ് ചെയ്തോളും നമ്മൾ ഒറ്റടിക്ക്. അപ്പം അന്ന് നമ്മൾ പറഞ്ഞ ഉദാഹരണം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. നമുക്കൊരു പുസ്തകം ഒരു ദിവസം വായിച്ച് തീർക്കാൻ വിചാരിച്ചാൽ നമ്മുടെ ബ്രെയിൻ അത് താങ്ങൂല. ചിലപ്പോൾ നിങ്ങൾ ജനുവരി 1-ാം തീയതി അങ്ങനത്തെ ചിന്തയിൽ ചിലപ്പോൾ 3 ചാപ്റ്ററും 4 ചാപ്റ്ററൊക്കെ ഒറ്റ ഇരിപ്പിന് വായിച്ചിട്ടുണ്ടാവും. പക്ഷെ 5-ാം തീയതി ആവുമ്പോഴേക്ക് നമ്മൾ വായനയൊക്കെ പൂട്ടി വെച്ചിട്ട് വേറെ പണിക്ക് പോയിട്ടുണ്ടാവും. അതേസമയത്ത് നിങ്ങൾ 1-ാം തീയതി ഒരു പേജ് വായിച്ച് 2-ാം തീയതി മറ്റൊരു പേജ് വായിച്ച് അങ്ങനെ ചെറിയ അളവിൽ അത് കൂട്ടിക്കൊണ്ടുവരികയാണെങ്കിൽ നമുക്കൊരു കൊല്ലാവുമ്പോഴേക്ക് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ഞാൻ ചെറിയ പണിയെടുക്കാറുണ്ട്, ചെറിയ വർക്കുകൾ എടുക്കാറുണ്ട്. ഇപ്പം ഞാൻ പിന്നെ പവർ പോയിന്റ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 5 സ്ലൈഡ്, മാക്സിമം ഒരു 10 സ്ലൈഡൊക്കെ ഒരു ദിവസം ഞാൻ പ്രിപ്പയർ ചെയ്യുള്ളൂ. വായിക്കുകയാണെങ്കിൽ കുറച്ചേ ഞാൻ വായിക്കാറുള്ളൂ. കാരണം ഇല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറേ കൊല്ലങ്ങളായിട്ടുള്ള ശീല. ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും. എവരി ഡേ രാവിലെ 7 മുതൽ 8 മണി വരെ ഈ പണികൾ ഞാൻ എടുക്കും. യാത്രകളില്ലെങ്കിൽ മറ്റേ നേരത്തെ പോവേണ്ട ആവശ്യമില്ലെങ്കിൽ 1 മണിക്കൂറേ ഞാൻ ഇതിന് ഉപയോഗിക്കാറുണ്ട്. വായനക്ക്, സ്ലൈഡ് ഉണ്ടാക്കാൻ, ഇതിനൊക്കെ 1 മണിക്കൂറേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അത്രേ എനിക്ക് ടൈം കിട്ടുന്നുള്ളൂ. പക്ഷെ അത് വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്നത്. ചിലപ്പം മറ്റു പണിയൊന്നുമില്ലാത്ത ദിവസം ഉണ്ടെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. പക്ഷെ ഇത് എനിക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടല്ല. 7 മുതൽ 8 മണി വരെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എൻ്റെ ബ്രെയിനിനൊരു പണിയേ അല്ല. കാരണം കുറേ കൊല്ലായിട്ട് അത് ചെയ്തു വരുന്നതാണ്. ഇങ്ങനെ നമ്മൾ അത് വേണമെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ സ്കൂളും കാര്യങ്ങളും എനിക്ക് 8:30 മണിയാവുമ്പോൾ പോകാനുള്ളത് കൊണ്ടാണ്. അത് കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി കൂട്ടും. പക്ഷെ ആ കൂട്ടൽ 1 മണിക്കൂർ എന്നുള്ളത് 1.25 ആയിരിക്കും ഞാൻ ആദ്യം കൂട്ടുക. പിന്നെ ആയിരിക്കും അതൊരു 1.5 ആക്കി മാറ്റുക. ഇങ്ങനെ കൂട്ടുമ്പോൾ എൻ്റെ ബ്രെയിനിന് അതൊരു പണിയായിട്ട് തോന്നൂല. അപ്പോൾ അവിടെയാണ് നമ്മൾ ക്രിയേറ്റീവ് പൊട്ടൻഷ്യൽ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ രൂപത്തിൽ അന്ന് പറഞ്ഞതാണ്. അതിൻ്റെ ഒരു ആവർത്തനമാണ്. അതാണ് ട്രെയിനിങ് അവർ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ടു ക്രിയേറ്റ്. നമ്മുടെ തലയുടെ മുൻഭാഗം, ഇവിടെയാണല്ലോ ചിന്ത കിടക്കുന്നത്, റീസണിങ് ബ്രെയിന് കിടക്കുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? അതിന് നമ്മളെ സഹായിക്കുന്ന, നിങ്ങൾക്ക് റെഫർ ചെയ്ത് നോക്കാവുന്ന ഒരു കൂട്ടം ന്യൂറോ സയൻറ്റിസ്റ്റുകളുടെ, ലേറ്റസ്റ്റ് ന്യൂറോ സയൻറ്റിസ്റ്റുകളുടെ കുറച്ച് പേര് ഇവിടെ കാണിക്കുന്നു എന്ന് മാത്രം. ഈ പറഞ്ഞ കാലയളവിൽ ബ്രെയിനിനെ പറ്റി ഏറെ ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന PPT-യിലുണ്ട് കേട്ടോ. ഇവരെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പുതിയ
ബ്രെയിൻ സയൻസിന്റെ കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു നോക്കാവുന്നതാണ്, വായിച്ചു നോക്കാവുന്നതാണ്. ഇതിവിടെ കാണിക്കുന്നതിന്റെ കാരണം കുറച്ച് ആളെ ഞാൻ അവിടെ കാണിച്ചിട്ടുള്ളൂ. ഇത്രയും അധികം ആളുകൾ നമ്മുടെ ബ്രെയിനിന്റെ സാധ്യതകളെ കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാനാണ്, റൈറ്റ് നൗ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാനാണ് ഈ പേരുകളൊക്കെയും ഞാൻ അവിടെ കാണിച്ചത്. അപ്പോൾ പിന്നെ ഇവരൊക്കെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് കൊഗ്നിറ്റീവ് സയൻസിന്റെ സാധ്യതകളാണ് ഈ മോഡ്യൂളിൽ നമ്മൾ പരിശോധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്യുവർലി സയന്റിഫിക് ആയിട്ട് നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്തുകൊണ്ട് ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ മൂഡും അതേപോലെ തന്നെ നമ്മുടെ തോട്ടും നമ്മുടെ ബിഹേവിയറും പോസിറ്റീവ് തലത്തിലേക്ക് എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും, അതിന്റെ ടെക്നിക്സും അതിന്റെ സാധ്യതകളൊക്കെയാണ് ഈ മോഡ്യൂളിൽ നമ്മൾ, ഈ ന്യൂറോ സയൻസ് എന്ന് പറയുന്ന മോഡ്യൂളിൽ നമ്മൾ പരിശീലിക്കുന്നത്. ഇതിന്റെ അവസാന ഭാഗത്ത് നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു ടെക്നിക്കും അതിനു വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ബാക്കി ഭാഗത്തിലേക്ക് ഇപ്പൊ നമ്മൾ കടന്നാൽ പിന്നെ നമ്മൾ എവിടെ എത്തൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ചും കൂടി ടെക്നിക്കലായ കുറച്ച് കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം അത് അടുത്ത ആഴ്ചയിൽ നമുക്ക്, അപ്പം 10 മോഡ്യൂൾ എന്നുള്ളത് നമുക്ക് 11 ആവും. അടുത്ത ആഴ്ചയിൽ നമുക്ക് ഇത് തീരുള്ളൂ, ഇതിന്റെ ടെക്നിക്ക് കൂടി വരുന്ന സമയത്ത്. അപ്പൊ നിയാസ് ഭായ് സൂചിപ്പിച്ച പോലെ അവസാന ഭാഗത്തേക്ക് നമുക്ക് ടെക്നിക്ക് അവസാന ഭാഗത്തിലേക്ക് വരികയും ചെയ്യും. ഒപ്പം അപ്പോൾ ഒരു മോഡ്യൂളിൽ നമുക്ക് 10 ആഴ്ച എന്നുള്ളത് 11 ആഴ്ച ആവും. കാരണം കുറച്ചധികം ടെക്നിക്കുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതുകൊണ്ട്. ഓക്കെ, അപ്പം എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാം. നേരത്തെ പറഞ്ഞ മൂഡ് ഡിസൈനിങ്ങിന്റെ ഭാഗമായിട്ടോ ഇപ്പൊ തുടങ്ങി വെച്ച ന്യൂറോ സയൻസിന്റെ ഭാഗമായിട്ടോ സാറ് എനിക്കൊരു ഡൗട്ട് ഉണ്ട് സാർ. പറയും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവരെ ഫാമിലി ഭയങ്കര ഓർത്തഡോക്സ് ആണ്. അവളെ ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുൾ ടൈം ഈ ശൈത്താന് പ്രേതം സന്ധ്യക്ക് പുറത്തുപോയി കൂടാ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു ടൈപ്പാണ്. പക്ഷെ ഓള് ആദ്യമൊക്കെ ഭയങ്കര പേടിച്ചുള്ളൊരു ടൈപ്പ്, പിന്നെ കുറച്ച് സൈക്കോളജിയെല്ലാം പഠിപ്പിക്കാനൊക്കെ പോകും. അത്യാവശ്യം കുറച്ച് ധൈര്യമുള്ളൊരു ടൈപ്പാണ്. അപ്പൊ എന്നോടൊരു അനുഭവം പറഞ്ഞു. ഇതിനിടക്ക് ഒരു ചങ്ങായിനെയും കൊണ്ട് പോയിട്ട് സന്ധ്യക്ക് അവളെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ ഒരു നെഗറ്റീവ് പറയുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു, ഇങ്ങനെ അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഏരിയയിലേക്ക് കൂടി സന്ധ്യക്ക് കൊണ്ടാക്കിയിട്ട് വീട്ടിൽ തിരിച്ചെത്തി പറഞ്ഞു. അപ്പം അവളുടെ ഉമ്മ പറഞ്ഞു, വെള്ളിയാഴ്ച രാത്രിയല്ലേ, ഇതുവരെ എവിടെ പോയി കിടന്ന് ബാങ്ക് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ അവളൊന്ന് പെട്ടെന്ന് പേടിച്ചെന്ന് പറഞ്ഞു. കാരണം ആ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഇവൾ ആ ഏരിയ ആയിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ എന്നിട്ട് വന്ന് രാത്രി കിടന്ന് അപ്പൊ ഒറ്റക്ക കിടക്കുക. അപ്പൊ പിന്നെ കിടന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചത്, ഞാൻ ഒറ്റക്കല്ലേ ഇപ്പൊ അതിലല്ലേ വന്നത്, ഇനിയിപ്പോ വല്ലതും ആ ഒരു രീതിയിൽ കിടന്ന് കുറച്ച് കഴിഞ്ഞിട്ട് സമയത്ത് പെട്ടെന്ന് ബാക്കിൽ ഒരു അനക്കം പോലെ തോന്നി, ആരോ ബെഡിൽ കയറി കിടക്കുന്ന പോലെ ഫീൽ ചെയ്ത് പറഞ്ഞു. പിന്നെ നോക്കിയപ്പോ കൈയൊക്കെ തൊട്ടപ്പോ എന്തോ കടവാതിൽ പോലെ ഫീൽ ചെയ്ത്, പിന്നെ കഴുത്തിന്റെ അടുത്ത് ഫുള്ള് ഇങ്ങനെ ബൈറ്റ് ചെയ്തെന്നു ഉറക്കെ. അപ്പൊ ഭയങ്കര പെയിൻ വന്ന് ബ്രെയിനിലേക്കെല്ലാം കടച്ചിൽ പോയി. പിന്നെ മൂപ്പര് അവര് വിചാരിച്ചോലും ഞാന് മരിച്ചോ ഇല്ലോന്നില്ലെങ്കിൽ ഇതായിന്ന് പറഞ്ഞു. ലാസ്റ്റ് കണ്ണു തുറന്നിട്ട് വേർത്ത് വിളിച്ച് നോക്കുമ്പോൾ ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇത് ആരോടും പറഞ്ഞിട്ടില്ല, സംഭവം പറഞ്ഞേ ഞാൻ വേറെ ചെയ്ത്താന് അത് ഇതെന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കും. പിന്നെ എനക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഞാൻ ആ ഭയം കുറേശ്ശെ റിക്കവർ ആയിട്ട് വന്ന് ശരിക്കും വന്നാലും ചെറുങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. ചിലപ്പോ അത് ഓർമ്മ വരും എന്ന് പറഞ്ഞു. പക്ഷെ സാർ എനിക്ക് ശരിക്കും ചോദിക്കാനുള്ളത്, ഇത് നമുക്കിപ്പോ സ്വപ്നത്തില് നമുക്ക് എല്ലാം ഫീൽ ചെയ്യുന്നില്ലേ ശരിക്കും യഥാർത്ഥം പോലെ തന്നെ, ഇതേപോലെ അത് ചിന്തിച്ച് കിടന്നത് കൊണ്ട് അവരുടെ ബ്രെയിനിന്റെ ഒരു കളിയായിരിക്കും, ബ്രെയിൻ തോന്നിപ്പിച്ചതായിരിക്കും അത്. അപ്പൊ ശരിക്കും റിയാലിറ്റി പോലെ തന്നെ എന്നോട് പറഞ്ഞു, ശരിക്കും അതിന്റെ മുരളില് പോലും കേട്ടു എന്ന് പറഞ്ഞു ആ ബൈറ്റ് ചെയ്യുന്ന സമയത്ത്. യാ, അപ്പൊ സാറിന് ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ള? അതായത് നിങ്ങൾ മനസ്സിൽ സ്ഥിരമായിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചാൽ നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കി തരുന്ന ഒരു സംഗതിയാണ് ടെമ്പററി ഹാലൂസിനേഷൻ എന്നാണ് അതിനെ പറയാം. താൽക്കാലികമായിട്ട് ഇല്ലാത്ത കാഴ്ചകൾ കാണും, ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കും, ഇല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത് സാധാരണ പിന്നെ നമുക്ക് ഉണ്ടാവുന്ന ഒരു സംഗതിയാണത്. ഒരു ഉദാഹരണം ഇതിന് ബന്ധമായിട്ടൊരു സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്റ്റോറി അല്ല, ഒരു നമ്മുടെ പിന്നെ എട്ടി കോവൂരല്ലായിരുന്നു നമ്മുടെ എട്ടി കോവൂർ തന്നെയല്ല അദ്ദേഹത്തെ പറയാറുള്ളത്.
അദ്ദേഹം പറയുന്നൊരു സംഗതിയുണ്ട്. അദ്ദേഹം യുക്തിവാദിയായിരുന്നല്ലോ. അദ്ദേഹം ശ്രീലങ്കയില് പിന്നെ ഒരു പരിപാടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് അദ്ദേഹമുണ്ട്, വൈഫും ഉണ്ട്. രണ്ടാളോട് പറഞ്ഞു, നിങ്ങള് മുന്നോട്ട് പോകുമ്പോ അവിടെ ഒരു വളവുണ്ട്. നിങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ലെന്ന് എനിക്കറിയാം. എന്നാൽ പോലും അവിടെ ഒരു വളവുണ്ട്. അവിടെ സാധാരണഗതിയില് പല ശബ്ദങ്ങളും കേൾക്കാറുണ്ട്. ഒരാനയെ പലരും കണ്ടതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ വിശ്വാസമില്ല എന്ന് എനിക്കറിയാം. എന്നാൽ പോലും അങ്ങനെ കേട്ടാൽ ഇനി വൈഫൊക്കെ കൂടെ ഉള്ളതല്ല, പേടിക്കണ്ട എന്നുള്ള നിലക്ക് പറഞ്ഞതാണ്. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു, കുറച്ച് മുന്നോട്ട് കാർ ഇങ്ങനെ ഓടിച്ചു. ഇതൊക്കെ ഇദ്ദേഹം വിട്ടു. കാരണം ഇങ്ങനെ കുറെ കഥകൾ കേട്ടതും അതിനെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തിയും അതിനെതിരെ പ്രസംഗിക്കുകയും അതിനെതിരെ മാജിക് കാണിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണല്ലോ. പക്ഷെ ഇദ്ദേഹം ഈ വളവിന്റെ അടുത്തെത്താൻ പറ്റിയപ്പോഴാണ് ആനയുടെ ചിഹ്നം വിളി ഇങ്ങനെ കേട്ടു തുടങ്ങിയത്. ആന കൃത്യമായിട്ട് ചിഹ്നം വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ചങ്ങ് എത്തി നോക്കിയപ്പോ കൃത്യമായിട്ട് ആ മരത്തിന്റെ ചോട്ടിൽ ആനയെ കാണുന്നുണ്ട്. അപ്പൊ എന്താണ് നിഷിത? അല്ല, സാർ പറഞ്ഞോളൂ, ആന്ന് പറഞ്ഞതാ. അങ്ങനെ കാണുന്നുണ്ട്. അപ്പം ഇദ്ദേഹം ഭാര്യന്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, അല്ലടി, നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ കൊളാവോ? കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെയാണല്ലോ സംഭവിക്കുന്നത്. എന്തായാലും ഇതിനേക്കാളും നാണം കെട്ടിട്ട് നമ്മള് പേടിച്ച് പിന്തിരിയണേനേക്കാളും നല്ല ഇത്രയും പ്രസംഗിച്ച് നടന്നതല്ലേ, നമുക്കൊന്ന് മുന്നോട്ട് പോയാലോ എന്ന് വെച്ചു. വൈഫ് പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടെ നിൽക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇവര് കേൾക്കുന്നുണ്ട്, ശരിയായ ചിഹ്നം വിളി കേൾക്കുന്നുണ്ട്, ശരിയായിട്ടുള്ള ആനയെ അവിടെ കാണുന്നുണ്ട്. മങ്ങിയ വെളിച്ചത്തിൽ അകലെന്നാണ്. കാറ് കുറച്ചുകൂടി ഇട്ടിട്ട് പറഞ്ഞു, എന്തായാലും കാറുമായിട്ട് നമുക്ക് പോണ്ട, നടന്നു പോവാം. ഒരു ടോർച്ചൊക്കെ എടുത്ത് നടന്നു പോയി നോക്കി. നടന്നു പോയതിന്റെ അടുത്തെത്തിയപ്പോ ശരിയായി പറഞ്ഞ പോലൊക്കെ തന്നെയാണ് സംഗതി. സംഗതി എന്താന്ന് ചോദിച്ചാൽ പഴയ ഒരു അംബാസിഡർ കാറാണ്. ഈ അംബാസിഡർ കാർ അവിടെ നിർത്തിയിട്ടിട്ട് അതിൽ ഡ്രൈവർ ഉറങ്ങുന്നുണ്ട്. ഡ്രൈവറുടെ മനോഹരമായ താളത്തിലുള്ള കൂർക്കം വലിയാണ് ഈ ചിഹ്നം വിളിയായിട്ട് അദ്ദേഹത്തിന് തോന്നിയത്. കറുത്ത നിറത്തിലുള്ള കാറായതുകൊണ്ട് ഇതിനെ ദൂരത്തുനിന്ന് കാണുമ്പോൾ നേരത്തെ പറഞ്ഞ ചിത്രം ഉണ്ടല്ലോ, അവിടെ ആനയാണ് ഉണ്ടാവുക, അത് ചിഹ്നം വിളിക്കും. ബ്രെയിൻ അതേ സാധനം വെച്ചു കൊടുത്തു. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അന്നത് പോയി നോക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാനൊരു പക്ഷെ യുക്തിവാദിയിൽ നിന്ന് നേരെ ഒരു അന്ധവിശ്വാസിയിലേക്ക് പോകുമായിരുന്നു എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. ഈ പറഞ്ഞതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്, നമ്മുടെ ബ്രെയിനിന്റെ ഒരു ബയാസ് എന്താണോ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്, ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, അത് നമ്മൾ കാണും, കേൾക്കും. അതിനെയാണ് നമ്മൾ പറയുന്നത് സ്യൂഡോ ഹാലൂസിനേഷൻ അല്ലെങ്കിൽ ടെമ്പററി ഹാലൂസിനേഷൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഇനി മറ്റൊരു സ്റ്റഡി ഉള്ളത് നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. നമ്മൾ ഈ വലിയ അപകടത്തിലൊക്കെ പറ്റി മരണത്തിന്റെ വക്കിന്ന് തിരിച്ചു വന്ന ആളുകളുടെ പഠനങ്ങൾ കാണിക്കുന്നത് അവരുടെ വിശ്വാസപ്രകാരമുള്ള മരണമാണ് അവർ കണ്ടത് എന്നുള്ളതാണ്. ഇപ്പൊ മുസ്ലിംസ് ആണെങ്കിൽ അതിനനുസരിച്ച്, ഹിന്ദുസ് ആണെങ്കിൽ കാലനെ കണ്ടവരുണ്ട്, മുസ്ലിംസ് ആണെങ്കിൽ ഇസ്രായേലിനെ കണ്ടവരുണ്ട്, ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഇതുപോലെ കാരണം നമ്മുടെ തലയിൽ എന്താണോ ഉള്ളത് അത് ബ്രെയിന് കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. ഇവിടെ നിന്നാണ് ശരിക്കും പ്രേതവും പിശാചും പല സംഗതികളും എന്ത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ജനിക്കുന്നത്. ഇതൊക്കെ മനുഷ്യന്മാരുടെ മനസ്സിലാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പഠനങ്ങളൊക്കെയും തന്നെ കാണിക്കുന്നത്. പിന്നെ സാർ അതില് മെയിൻ ആയിട്ട് അവള് പറഞ്ഞ എന്താ വെച്ചറിയാ, ഞാനിതൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് എന്റെ വീട്ടിലുള്ള ഒരാളോട് പറഞ്ഞപ്പോ തന്നെ എന്നോട് എന്താ പറഞ്ഞതറിയാ, നിന്റെ കൂടെ ഷെയ്ത്താനുണ്ട് ഉറപ്പാന്നാ പറഞ്ഞത്. അതിനോടെയാ ഞാൻ ഒന്നുകൂടി പേടിച്ചത് എന്ന് പറഞ്ഞു. യെസ്, നമ്മൾ അങ്ങനെ പറയാം. അതായത് ചില ദിവസങ്ങളില് വൈകുന്നേരം പുറത്തിറങ്ങിയാലാണ് ഷെയ്ത്താൻ ഉണ്ടാവുക. പണ്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, കറണ്ട് വന്നതിന്റെ ശേഷം ഷെയ്ത്താൻ കുറെ കുറഞ്ഞു. കാരണം ഷെയ്ത്താൻ എന്താണ് പ്രേതങ്ങളൊക്കെ കുറഞ്ഞു എന്ന് പറയാറുണ്ട്. അതിന്റെ കാരണം ഈ പ്രേതങ്ങളുടെയും പിശാചുക്കളുടെയും പേരിലായിരുന്നു പണ്ട് പല കള്ളത്തരങ്ങളും കളവുകളും അതേപോലെ തന്നെ കൊലപാതകങ്ങളൊക്കെ നടത്തിയിരുന്നത്. ഇപ്പോൾ വെളിച്ചം വന്നതിന് ശേഷം വരൊക്കെ പിടിയിലാവും. പലയിടത്തും ക്യാമറ ഒക്കെ വന്നപ്പോൾ പ്രേതങ്ങളൊക്കെ അകത്തായി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ എന്താണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അതുമായിട്ട് ബന്ധപ്പെട്ടത് കേൾക്കാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. അവിടെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷ്വലൈസേഷന്റെ സാധ്യതകൾ കൂടി ഇവിടെ വരുന്നുണ്ട്. കാരണം ബ്രെയിൻ ഒറിജിനലും
നമ്മൾ ചിന്തിക്കുന്നതും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റൂല എന്നുള്ളത് നമ്മുടെ ലൈഫിൽ തന്നെ നൂറുകണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സർ ഓക്കെ അപ്പൊ സർ, അതിനുള്ള താങ്ക് യു. സൊല്യൂഷൻ എന്താണ് സർ? എങ്ങനെ അപ്പൊ നമ്മള് അതിനുള്ള സൊല്യൂഷൻ എന്താണ്? അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ തോട്ട്സ് വരുമ്പോ ബ്രേക്ക് കൊഗ്നിറ്റീവ് ചെയ്യണോ? കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷനെ നമ്മൾ ബാലൻസ്ഡ് തോട്ടിലേക്ക് കൊണ്ടുവരണം. വിത്ത് എവിഡൻസ് കാര്യങ്ങളൊക്കെ ചോദിച്ച് 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 നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? എവിഡൻസിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്, ഓക്കെ ഫൈൻ തെളിവുകൾ ഫൈൻ. ചോദിച്ച്. അതുകൊണ്ടാണ് അവയർനെസ് ലീഡ്സ് ടു ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ കൃത്യമായ ശാസ്ത്രീയ അവബോധം നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഇതിൽ കുറെ മാറ്റങ്ങൾ വരും. അതാണ്. ഓക്കെ ഫൈൻ സർ. ഓക്കെ. പിന്നെ അങ്ങനെ ഏതെങ്കിലും പ്രേതോ പിശാചോ ഉണ്ടെങ്കിൽ ഒന്ന് കൗൺസിലിങ്ങിന് പറഞ്ഞേക്കണം. കാരണം 10-25 കൊല്ലമായിട്ടും ഇതുവരെ ഒരു പ്രേതത്തെയും പിശാചിനെയും കൗൺസിലിംഗ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് പറഞ്ഞേച്ചോ, ഞാൻ ഒന്ന് നോക്കിക്കോളാം. സാർ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ, ഹലോ, അതായത് പറഞ്ഞോ. ഈ ശാസ്ത്രത്തിൽ ചിലത് തെളിഞ്ഞില്ല എന്ന് വിചാരിച്ചത് കൊണ്ട് അത് ചിലപ്പം ശരിയാവണമെന്നില്ല എന്ന് പറയാൻ കാരണം ഒന്ന് പാരാനോർമൽ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. യെസ് ഓക്കെ, യെസ് ഈ പാരാനോർമൽ ആക്ടിവിറ്റി എന്താണെന്നുള്ള ശാസ്ത്രത്തിന് തെളിയിക്കാൻ പറ്റിയില്ല. ദർ ഈസ് സം എന്തോ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സോ എന്തോ ഒന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ അതങ്ങ് തള്ളികളയും. അത് പ്രൂവ് ചെയ്യാനോ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല, വേറെ കാര്യം. പിന്നെ നേരത്തെ നിങ്ങൾ റിലീജിയൻ്റെ പറഞ്ഞുകൊണ്ട് റിലീജിയനിൽ പിശാചും അല്ലെങ്കിൽ ഈ ജിന്ന് എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ട് എന്നറിയാം. അത് നമുക്ക് ഇനി അത് ശാസ്ത്രത്തിൽ എപ്പോഴാണ് അത് തെളിയിക്കുക? ഇതിപ്പം വിഷയം വേറെതായി പോകും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തീർക്കാണ്. ഓക്കെ. ജിന്ന് എന്നൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് അറിയുന്ന ഒരു കാര്യം. പക്ഷേ അത് തെളിയിക്കണമെങ്കിൽ ഇനി ശാസ്ത്രം എത്രത്തോളം വളരണം എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒന്നത്. രണ്ടാമത്തേത്, നിങ്ങൾ പറഞ്ഞു സൈക്കോളജിയിൽ ചില ഈ പൊസഷൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഈ ഉം, പൊസഷൻ എന്ന് പറയുന്നത് ശാസ്ത്രം ചിലപ്പം ചിരിച്ച് തള്ളുന്നതായിരിക്കാം. പക്ഷേ എത്രയോ ആളുകൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് മാറാത്തത് ഇങ്ങനത്തെ എക്സോർസിസ്റ്റായ ക്രിസ്ത്യൻ പാസ്റ്റേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ റുക്കിയ എന്ന് പറയുന്ന മുസ്ലിം പണ്ഡിതരുടെ അടുത്ത് പോയിട്ട് അവരത് മാറ്റി കൊടുക്കുന്നുണ്ട്. ആ അവരൊരു കൺകെട്ട് വിദ്യ ഒന്നുമല്ല ചെയ്യുന്നത്, കറക്റ്റായിട്ട് അത് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നത് ജിന്നായിരിക്കാം, ഇതൊക്കെ അവർക്ക് തെളിയിക്കാൻ പറ്റൂല. പക്ഷെ യാ അവരുടെ ട്രീറ്റ്മെന്റ് കൂടെ അത് മാറുന്നുണ്ട്. ഇനി യെസ്. ശാസ്ത്രം എപ്പോൾ അത് കണ്ടുപിടിക്കാന്നറിയില്ല. ഈ മാറുന്നതിന്റെ കാരണം ഈ മോഡ്യൂളിന്റെ അവസാനത്തിൽ ഞാൻ പറയാം. അതെന്തുകൊണ്ട് മാറുന്നു എന്നുള്ളത് നമുക്ക് പറയാം. ഇനി നേരത്തെ പറഞ്ഞ കാര്യം, ഞാനിവിടെ പറയുന്നതൊക്കെയും റിലീജിയൻ ബേസ് ചെയ്തുകൊണ്ടോ വിശ്വാസങ്ങൾ ബേസ് ചെയ്തുകൊണ്ടോ ഉള്ള കാര്യങ്ങൾ ഞാൻ ടച്ച് ചെയ്യുന്നേ ഇല്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ സയൻസ് എത്തി നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതിനർത്ഥം ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ പിന്നെ ചോദ്യം ചെയ്യൊന്നുമല്ല. അത്തരം വിശ്വാസമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അത് വിശ്വസിക്കാവുന്നതാണ്. ഇവിടെ എൻ്റെ ഒരു ഇത് എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പോൾ സയൻസ് എവിടെ നിൽക്കുന്നോ ആ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ. എന്നാൽ പോലും നേരത്തെ പറഞ്ഞത് ഞാൻ ആത്മാർത്ഥാണ്. നിങ്ങൾക്ക് പ്രേതം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു പ്രേതത്തെ കാണാനും ഒന്ന് സംസാരിക്കാനും ഒക്കെ എനിക്ക് നല്ല താല്പര്യമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. സെയിം ടൈം നേരത്തെ ഞാൻ പറഞ്ഞത് ഇതുവരെയുള്ള ശാസ്ത്രീയ അറിവ് മാത്രമാണ്. മതപരമായ വിശ്വാസങ്ങൾ ഒന്നും ഞാൻ ടച്ച് ചെയ്തിട്ടില്ല. ഓരോ മതത്തിനും അതിൻ്റെതായ വിശ്വാസങ്ങളുണ്ട്. ഈ വിശ്വാസങ്ങളിലൊക്കെ ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളും ഉണ്ട്. അവിടെ ഞാൻ ആ ഭാഗങ്ങൾ ടച്ച് ചെയ്യുന്നേ ഇല്ല. കാരണം അത് കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ആണ്. അവിടെ നമ്മൾ പറയുന്നത് സയൻസിന്റെ ഇതുവരെയുള്ള അറിവുകളും ഇപ്പൊ എത്തിയിരിക്കുന്ന അറിവുകളും മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ മൂവ് ചെയ്തിട്ടേ ഇല്ല. അതേ സമയത്ത് നമുക്കിപ്പം പറഞ്ഞ പാരാനോർമൽ ആക്ടിവിറ്റീസ്, പാരാസൈക്കോളജി, ഇത് ശാസ്ത്രത്തിന്റെ പുറത്തായതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അതിലേക്ക് പോകുന്നില്ല എന്ന് മാത്രം. അതെക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മുമ്പുണ്ടായിരുന്ന പല ഇത്തരം കാര്യങ്ങളും ഇന്ന് നമുക്ക് അറിയാൻ എന്താണ്, അതങ്ങനെയല്ല എന്നുള്ളത്. കാരണം അതുപോലെ ഇപ്പൊ നിയാസ് ഭായി പറഞ്ഞതുപോലെ കാലം മുന്നോട്ട് പോകുമ്പോൾ ഇതിനൊക്കെ കുറച്ചുകൂടി ഈ പാരാനോർമൽ ആക്ടിവിറ്റീസിന്റെ ഒക്കെ സയന്റിഫിക് ആയ വശങ്ങൾ പുറത്തു വരികയും അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇതാവുകയും ഒക്കെ ചെയ്യും. അപ്പോ ആക്ച്വലി സർ, മോമൻജി, നമ്മള് ഈ ഒരു ഗോസ്റ്റ് ആണ് അല്ലെങ്കിൽ പ്രേതം കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലയന്റ് കുറച്ച് കാലം മുമ്പേ ഇവിടെ വന്നിട്ടുണ്ടായി. പക്ഷെ എന്നിട്ട് അവര് സംസാരിക്കുന്ന കാര്യങ്ങൾ അത് ഇത് പറഞ്ഞു. അപ്പൊ ഇവര് പ്രത്യേകിച്ച് എന്ത് പറയുമ്പോഴാണ് ആ കുട്ടിക്ക് അങ്ങനെ വരുന്നത് എന്നുള്ളത് ചോദിച്ചു വന്നപ്പോ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോഴാണ് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ അവരോട് അത് സംസാരിക്കാൻ പറഞ്ഞു. അത് സംസാരിച്ചു കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ ബിഹേവിയർ, അവിടെ കാണിക്കുന്ന അതേ ബിഹേവിയർ ആ കുട്ടി കാണിച്ചു.
ആ. അപ്പോൾ ആ സമയത്ത് പിന്നെ നമ്മൾ പാരാസൈക്കോളജി പഠിച്ചത് ഓർമ്മയില്ലേ, നമ്മൾ ഒരു യെസ് ഫാദറിനെ യെസ് യാ കൊണ്ടുവന്നിട്ടുള്ള ക്ലാസ്സിൽ. ആ അപ്പോൾ ഞാൻ അതിനു മുമ്പ് പോയി ഒരു സെഫ്റ്റി പെൻ കയ്യിൽ കരുതിയിരുന്നു. ഞാൻ അത് വെച്ചിട്ടൊന്ന് ഞാൻ അവരെ കുത്തിയപ്പോൾ, മാം എന്താണ് എന്നെ കുത്തുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നോ പ്രോബ്ലം, അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പോയതാന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഡ്രസ്സിൽ കുത്താൻ എടുത്തതായിരുന്നു, പിന്നെ നിങ്ങളിങ്ങനെ പെട്ടെന്ന് കാണിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അത് തട്ടിപ്പോയത്. ഐ എം വെരി സോറി, ഹേർട്ട് ചെയ്തോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ വേഗം ഇരുത്തേ. അപ്പോൾ ഇവിടെ എവിടെയാണ് പാര, അവർക്ക് എവിടെയാണ് പ്രേതബാധ, ഇല്ലെങ്കിൽ എവിടെയാണ് ഇതുണ്ടായത്. അത് നമ്മുടെ കഴിഞ്ഞ് പിന്നെ പാരൻസിനെയൊക്കെ പുറത്തിരുത്തി ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചു. അപ്പൊ ആ കുട്ടി പറഞ്ഞ ഒരു സംഭവം എന്താന്ന് വെച്ചാൽ അവരെ വീട്ടിലെ സാഹചര്യം വെച്ച് കല്യാണത്തിന് ആ കുട്ടിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വീട്ടിലെ കല്യാണങ്ങൾ കണ്ടിട്ട് അതിന്റെ ഡിസാസ്റ്റർ അറിയുന്നത് കൊണ്ട് എനിക്ക് ആ ഡിസാസ്റ്ററിലേക്ക് പോണ്ട. യാ അപ്പൊ ഇങ്ങനെ ഒന്നുണ്ട് പറഞ്ഞാൽ ഇതെനിക്കൊരു പ്രൊട്ടക്റ്റീവ് കവചം പോലെയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. യെസ് ദാറ്റ് ഈസ് ദ റിയാലിറ്റി. അതാണ്. നമുക്കൊരു പ്രൊട്ടക്ടർ വേണ്ടി വരുന്ന സമയത്ത് നമ്മളെക്കാൾ ശക്തിയുള്ള ഒരാൾ നമ്മുടെ കൂടെ വേണമെന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് തോന്നുന്ന സമയത്ത് നമ്മൾ കണ്ടെത്തുന്ന ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ ഫാദർ സുന്ദർ വിൽസന്റെ സെഷനിലാണ് നമ്മൾ അത് തന്നെ, അത് ഓക്കെ. മെഡോറ പാരാസൈക്കോളജി ഹോട്ടലില്. അതിനുശേഷം കുറേയും കൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ പിന്നെ പഠിച്ചപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വരുന്ന സമയത്ത്, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിലവിലുള്ളത് പോരാന്ന് വരുന്ന സമയത്ത് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് കണ്ടെത്തുന്ന ഒരു എക്സ്റ്റേണൽ സംഗതിയാണ് ഈ പറയുന്ന നമ്മളെക്കാൾ ശക്തിയുള്ള ഒരാൾ കൂടെ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ഒന്ന് അതിന് കുറച്ചുകൂടി അറ്റൻഷനും കിട്ടുമല്ലോ പുറത്തുനിന്ന്. അങ്ങനെ വരുന്ന സമയത്ത് ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയി പോകുന്നതാണ് പലപ്പോഴും. അതിനെ നമ്മൾ ഇപ്പൊ കൃത്യമായിട്ട് നമുക്കത് അറിയാം, അതൊരു പിന്നെ മാനസിക രോഗം കൂടിയാണ്. അതിന് ട്രീറ്റ്മെന്റും ഒക്കെ ലഭ്യമായിട്ടുള്ള ഒരു കാലത്തുമാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തായാലും സന്തോഷം. നമുക്ക് ഏതായാലും പാരാസൈക്കോളജിയിൽ നിന്ന് പറഞ്ഞു സാർ, അത് ട്രാൻസ്പോസിഷൻ ഡിസോർഡർ ആണ് സാർ ഇപ്പൊ പറഞ്ഞത്? ട്രാൻസ്പോസിഷൻ ഡിസോർഡറിന്റെ ഒരു ഭാഗമാണത്. അതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്. നമുക്ക് ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇഷ്ടംപോലെ കേസുകളുണ്ട്. അതിന് ഞാൻ ഓർമ്മ വരുമ്പോൾ പറയും, അടുത്ത ക്ലാസ്സിൽ പറയാം. ഞാൻ ഡിസോസിയേറ്റീവ് ഡിസോർഡർ എന്നും പറയുന്നു. ഡിസോസിയേറ്റീവ് ഡിസോർഡർ എന്ന് പറയും. നമ്മൾ മറ്റൊരാളായിട്ട് പക്ഷെ ഈ കുട്ടി കോൺഷ്യസ് ആയിട്ട് ചെയ്യണതാ. അല്ല ഈ കുട്ടിക്ക് ഡിസോർഡർ ഇല്ല, ഈ കുട്ടി കോൺഷ്യസ് ആയിട്ട് കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നത്. ചെയ്യണതാ. ചിലപ്പോ കല്യാണം ഇഷ്ടമില്ലാത്ത ഏതോ പ്രേതാണ് കൂടിയിരിക്കുന്നത്. അതാണ് കൂടിയിരിക്കുന്നത്. അതെന്തായാലും ഓക്കെ ഫൈൻ. എന്തായാലും സന്തോഷം. നമ്മള് പിന്നെ കൂടുതൽ കാര്യങ്ങൾ അടുത്ത സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം സജീവമായ പാർട്ടിസിപ്പേഷന് നന്ദി. നമുക്ക് ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ട്, അവിടെയും നമുക്ക് ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇത് മൂടി എടുക്ക.